ഹായ് എവരി വൺ, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. എഡ്യൂക്കേറ്റഡ് ലേണിംഗിന്റെ അടുത്തൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ വിദ്യാർത്ഥി സുഹൃത്തുക്കൾക്കും സ്വാഗതം. മക്കളെ, നമ്മളിടുന്ന ഓരോ കണ്ടന്റും ഓരോ വീഡിയോസും നിങ്ങൾ പ്രോപ്പറായിട്ട് കാണുന്നു എന്ന വിശ്വാസത്തോടെയാണ് ഞങ്ങൾ ഈ ഓരോ വീഡിയോ സീരീസും വീണ്ടും ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ പഠിപ്പിക്കുന്ന കോൺസെപ്റ്റുകൾ നന്നായിട്ട് മനസ്സിലാക്കി അത് പ്രാക്ടീസ് ചെയ്യാനുള്ള ഒരു മനസ്സുകൂടി കാണിക്കണം. ഞാൻ എല്ലാ വീഡിയോയിലും ഇത് പറയാറുണ്ട്. കാരണം വേറെ ഒന്നും കൊണ്ടല്ല, താൻ പാതി ദൈവം പാതി എന്നൊക്കെ പറയാറുണ്ടല്ലോ. അപ്പം നമ്മൾ നമ്മുടെ പാർട്ട് എന്തായാലും ചെയ്തിരിക്കണം. നിങ്ങൾ ചെയ്യേണ്ട സൈഡ് പ്രോപ്പറായിട്ട് ചെയ്യാനുള്ള ഒരു മനസ്സുകൂടി നിങ്ങളത് കാണിക്കണം. അല്ലാതെ കുറെ വീഡിയോ ക്ലാസ് കാണുന്നത് കൊണ്ടോ അതിന്റെ താഴെ കുറെ കമന്റുകൾ ചെയ്യുന്നത് കൊണ്ടോ അല്ലെ ടീച്ചേഴ്സിനോട് അമിതമായ സ്നേഹം കാണിക്കുന്നത് കൊണ്ടോ നമുക്ക് എൻട്രൻസ് കിട്ടില്ല. ഒബ്വിയസ്ലി ഞാനിപ്പോ പറഞ്ഞ കാര്യങ്ങളൊക്കെ വേണം. കമന്റ് ഇടുകയോ വീഡിയോ ക്ലാസ് കാണുകയോ ടീച്ചേഴ്സിനോട് വളരെയധികം സ്നേഹം കാണിക്കുകയോ അതൊന്നും ഒരു കുഴപ്പമില്ല, അതൊന്നും ഒരു പ്രശ്നമുള്ള കാര്യമല്ല. പക്ഷെ ആഫ്റ്റർ ഓൾ നമ്മൾ എന്ത് പഠിച്ചു, നമ്മൾ എത്രത്തോളം പഠിച്ചു, നമ്മൾ എങ്ങനെ പഠിച്ചു, ഇതിനൊക്കെ ഡിപ്പെൻഡ് ചെയ്യും. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ കൺസെപ്റ്റ് എത്രയും നല്ല രീതിയിൽ എങ്ങനെ മനസ്സിലാക്കിയെടുക്കാമോ അതിന്റെ വഴിയേ പോവുക. ക്വസ്റ്റ്യൻസ് എവിടുന്ന് കിട്ടുന്നതൊക്കെ പ്രാക്ടീസ് ചെയ്യുക. ഓക്കെ, അപ്പൊ നമ്മുടെ പുതിയൊരു വീഡിയോ സീരീസിലേക്ക് വൺസ് അഗൈൻ ഞാൻ എല്ലാവരെയും വെൽക്കം ചെയ്യുന്നു. ഇന്ന് ഞാൻ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക് നിങ്ങളുടെ കറണ്ട് ഇലക്ട്രിസിറ്റിയിലെ നിങ്ങൾ തമ്പനയിലിൽ കണ്ട പോലെ തന്നെ വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജ് എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് ആണ്. മിക്കവാറും എക്സാംസിന് നമുക്ക് വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ കാണാറുണ്ട്. വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജ് കാരണം അത്രയും ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റും ആണ്. മാത്രമല്ല നിങ്ങൾ നിങ്ങളുടെ ലാബിൽ പോലും എക്സ്പെരിമെന്റ് നടത്തി നമ്മളത് എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരു സാധനമാണ്. ഒരു തിയറി കാണാതെ പഠിക്കുന്നു, ഒരു തിയറി മനസ്സിലാക്കി പഠിക്കുന്നു. മൂന്നാമത്തെ ഒരു മെത്തേഡാണ് ഒരു തിയറി എക്സ്പെരിമെന്റിലൂടെ പഠിച്ചെടുക്കുക. ഈ എക്സ്പെരിമെന്റിലൂടെ പഠിച്ചെടുക്കുന്ന സാധനം നമ്മൾ നമ്മുടെ കൺമുമ്പിൽ കാണുകയാണ് ചെയ്യുന്നത്. അത് പെട്ടെന്ന് അങ്ങനെ ഒന്നും മറന്നു പോവില്ല. അതിന്റെ കോൺസെപ്റ്റ് പഠിച്ചെടുക്കാനും വളരെ ഈസി ആയിരിക്കും. അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു എല്ലാവർക്കും വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജ് കമ്പാരിറ്റീവ്ലി എളുപ്പമായിരിക്കും. വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജും അതേപോലെ ഒരു ഇമ്പോർട്ടന്റ് ടോപ്പിക്കാണ് മീറ്റർ ബ്രിഡ്ജ്. ഇത് രണ്ടും കമ്പാരിറ്റീവ്ലി എല്ലാവരും പെട്ടെന്ന് പഠിച്ചെടുക്കുന്ന കോൺസെപ്റ്റ് ആണ്. പക്ഷേ ക്വസ്റ്റ്യൻസ് അവർക്ക് ട്വിസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ ആ ട്വിസ്റ്റിംഗ് എവിടെയാണ്, അല്ലെങ്കിൽ എന്താണ് ആ ക്വസ്റ്റ്യനിൽ വന്ന മാറ്റം, അത് മനസ്സിലാക്കണമെങ്കിൽ ഇതിന്റെ കോൺസെപ്റ്റ് അടിപൊളിയായിട്ട് അറിഞ്ഞിരിക്കണം. സോ എല്ലാവരും ക്ലാസ്സിൽ ശ്രദ്ധിച്ചിരിക്കുക. നമുക്ക് ഇതിന്റെ കോൺസെപ്റ്റിലേക്ക് കടക്കാം. ഇത് നിങ്ങളുടെ സ്കൂളില് ലാബിൽ ചെയ്തിരിക്കുന്ന വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജിന്റെ കണക്ഷൻ ഞാൻ ജസ്റ്റ് നിങ്ങളെ ഒന്ന് ഓർമ്മപ്പെടുത്താൻ വേണ്ടി കൊടുത്തത് മാത്രമാണ്. ഇതൊന്നും അറിയണം എന്നില്ല വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജ് പഠിക്കാൻ. ഇത് ലാബിലെ എക്സ്പെരിമെന്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന അപ്പാരറ്റസും അതിന്റെ കണക്ഷനും ആണ് ഈ കൊടുത്തിരിക്കുന്നത്. നിങ്ങളിലേക്ക് ഒരു ഓർമ്മപ്പെടുത്തലിന് വേണ്ടി ഈ ഫിഗർ ഇവിടെ ഇട്ടെന്നേ ഉള്ളൂ. ജസ്റ്റ് ഒന്ന് ഫൈൻഡ് ഔട്ട്, ജസ്റ്റ് ഒന്ന് നോക്കുക. മക്കളെ, വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജിന്റെ കോൺസെപ്റ്റ് പഠിക്കുമ്പോൾ ആദ്യം നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ, വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജ് എന്തിന്റെ ബേസിലാണ് വർക്ക് ചെയ്യുന്നത്. വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജ് എന്ന് പറയുന്നത് സിംപ്ലി ഇറ്റ് ഈസ് ആൻ ആപ്ലിക്കേഷൻ ഓഫ് ക്രിച്ച്ഹോഫ്സ് ലോ ആണ്. നമ്മൾ ഇതിനു മുമ്പ് വീഡിയോ സീരീസിൽ പഠിപ്പിച്ചിട്ടുള്ള ക്രിച്ച്ഹോഫ് ലോയില് ജംഗ്ഷൻ റൂള്, ലൂപ്പ് റൂൾ എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് പഠിച്ചിട്ടുണ്ട്. ഈ ജംഗ്ഷൻ റൂളിനെയും ലൂപ്പ് റൂളിനെയും കൂടെ ബേസ് ചെയ്തിട്ട് അതിന്റെ പ്രിൻസിപ്പിൾ ആണ്, അതിന്റെ തിയററ്റിക്കൽ ബാക്ക്ഗ്രൗണ്ട് ആണ് നമ്മൾ ഇവിടെ അപ്ലൈ ചെയ്യുന്നത് വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജിൽ. ഇനി വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജിന്റെ ബേസിക് പ്രിൻസിപ്പിൾ എന്താണെന്ന് ചോദിച്ചാൽ, അല്ലെങ്കിൽ ഒരു വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജ് വർക്ക് ചെയ്യാനുള്ള കണ്ടീഷൻ എന്താണെന്ന് ചോദിച്ചാൽ, ഇറ്റ് ഈസ് വർക്കിംഗ് അണ്ടർ ദ കണ്ടീഷൻ വെൻ ദ ബ്രിഡ്ജ് ഈസ് ബാലൻസ്ഡ് എന്ന് പറയും. നമ്മൾ ചില കണ്ടീഷൻസ് വെക്കുമല്ലോ. ഇപ്പൊ നമ്മള് ഫ്യൂച്ചറിൽ ഇപ്പൊ ജോലിക്ക് കയറുമ്പോൾ നമ്മളിങ്ങനെ ജോലിക്ക് കയറുമ്പോൾ നമ്മൾ കണ്ടീഷൻസ് പറയും. ഇത്ര സാലറി ഉണ്ടെങ്കിൽ ഞാൻ വർക്ക് ചെയ്യും, അല്ലെങ്കിൽ ഞാൻ ഇത്ര മണി തൊട്ട് ഇത്ര മണി വരെയാണ് വർക്ക് ചെയ്യാവുന്നത് എന്നൊക്കെ പറയാറുണ്ട്. അങ്ങനെ ഡിഫറെന്റ് കണ്ടീഷൻസ് വെക്കുമല്ലോ. നമ്മൾ ആൾക്കാരുമായിട്ടൊക്കെ പല കാര്യങ്ങൾക്ക് നമ്മൾ കണ്ടീഷൻസ് വെക്കാറില്ലേ. ഇപ്പം നമ്മുടെ പേരന്റ് വന്നിട്ട് നമ്മളോട് കണ്ടീഷൻ പറയാറില്ലേ, മോളെ എൻട്രൻസ് എഴുതി എടുത്താൽ നിനക്ക് ഐഫോൺ വാങ്ങിത്തരാം, അല്ലെങ്കിൽ മോൾ എൻട്രൻസ് എഴുതി എടുത്താൽ സിംഗപ്പൂർ ട്രിപ്പ് കൊണ്ടുപോകാം എന്ന് പറയുന്നത് പോലെ തന്നെ വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജ് പറയുന്നത് നമുക്ക് പറഞ്ഞു തരുന്ന കാര്യം ഇതാണ്: ഞാൻ വർക്ക് ചെയ്യാൻ തയ്യാറാണ്, പക്ഷെ ആ ബ്രിഡ്ജ് ബാലൻസ്ഡ് ആയിരിക്കണം. അപ്പൊ ഒരു വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജ് ബാലൻസ്ഡ് ആവാനുള്ള കണ്ടീഷൻ, അപ്പൊ ഈ വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജ് ബാലൻസ്ഡ് ആണ് എന്ന് അപ്പൊ ഓർത്ത് വെക്കുക. ഒരു വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജ് വർക്ക് ചെയ്യുന്നത് അണ്ടർ ദ കണ്ടീഷൻ വെൻ ദ ബ്രിഡ്ജ് ഈസ് ബാലൻസ്ഡ്. അപ്പൊ ആ ബ്രിഡ്ജ് ബാലൻസ്ഡ് ആണോ അല്ലയോ എന്ന് നമ്മൾക്ക് മനസ്സിലാവണ്ടേ. അല്ലാതെ വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജ് നമ്മളോട് ഇരുന്ന് സംസാരിക്കത്തൊന്നുമില്ലല്ലോ, ഞാൻ ബാലൻസ്ഡ് ആണെന്നില്ല. അപ്പൊ ഇത് ബാലൻസ്ഡ് ആണോ അല്ലയോ എന്ന് നമ്മൾ എങ്ങനെ മനസ്സിലാക്കും? നമ്മൾ നമ്മുടെ കണക്ഷനിലേക്ക് നോക്കും. വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജിന്റെ കണക്ഷനകത്ത് നിങ്ങൾക്കറിയാം 4 ആമിലായിട്ട് 4 റെസിസ്റ്റേഴ്സുകൾ കണക്ട് ചെയ്യും.
ഇൻ ബിറ്റ്വീൻ നമ്മൾ അതിനകത്ത് ഒരു ഗാൽവനോമീറ്ററോടെ കണക്ട് ചെയ്യുന്നുണ്ട്. ആ ഗാൽവനോമീറ്റർ എന്തിനാ യൂസ് ചെയ്യുന്നത്? ഗാൽവനോമീറ്റർ കറണ്ട് ഡിറ്റക്ട് ചെയ്യാനാണ്, കറണ്ട് മെഷർ ചെയ്യാൻ വേണ്ടിയാണ്. ഈ ഗാൽവനോമീറ്റർ നൾ ഡിഫ്ലക്ഷൻ കാണിക്കുകയും വേണം. അപ്പൊ ഗാൽവനോമീറ്റർ നൾ ഡിഫ്ലക്ഷൻ എന്ന് വെച്ചാൽ കറണ്ട് ത്രൂ ദി ഗാൽവനോമീറ്റർ 0 ആയിരിക്കണം. അപ്പൊ ആ കണ്ടീഷനാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ബാലൻസ്ഡ് കണ്ടീഷൻ എന്ന് വിളിക്കുന്നത്. ഇനി ഒരു വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജ് എന്തിനാണ് യൂസ് ചെയ്യുന്നത്? ഓരോ ആൾക്കാർക്കും ഓരോ യൂസ് ഉണ്ടല്ലോ. വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജ് എന്തിനാണ് യൂസ് ചെയ്യുന്നത്? ഇറ്റ് ഈസ് യൂസ്ഡ് ടു ഫൈൻഡ് വാല്യൂ ഓഫ് അൺനോൺ റെസിസ്റ്റൻസ്. നമ്മൾക്കറിയാത്ത ഒരു റെസിസ്റ്ററുടെ വാല്യൂ കണ്ടുപിടിക്കാനാണ് നമ്മൾ വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജ് യൂസ് ചെയ്യുന്നത്. ആ കണ്ടീഷൻസ് ഒക്കെ ഞാൻ ഇവിടെ എഴുതി കൊടുത്തിട്ട് നിങ്ങൾ ഉറപ്പായിട്ടും ഇതൊക്കെ ഒന്ന് വായിച്ചു നോക്കണം. പ്രോപ്പറായിട്ട് ഇതൊക്കെ ഒന്ന് വായിച്ചു നോക്കി മനസ്സിലാക്കി തന്നെ പോകണം. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പോകാം, പക്ഷെ വ്യക്തമായിട്ട് മനസ്സിലാക്കി തന്നെ നമുക്ക് മുമ്പോട്ട് പോകാം. യെസ്, അപ്പൊ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ക്ലിയർ ആണെങ്കിൽ, ഇത് ഞാൻ ഈ കൊടുത്തിരിക്കുന്നത് വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജിന്റെ ഒരു കണക്ഷൻ ആണ്, നെറ്റ്വർക്ക് ആണ് ഞാൻ ഈ കൊടുത്തിരിക്കുന്നത്. നിങ്ങൾ വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജിലേക്ക് നോക്കിയാൽ ആദ്യം നമ്മൾ ഐഡന്റിഫൈ ചെയ്യേണ്ട കാര്യങ്ങൾ, ഒന്ന്, ഒരു വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജ്. അപ്പൊ ഓർത്ത് വെച്ചോണം, എക്സാമിന് ചോദിക്കുമ്പോൾ, എസ്പെഷ്യലി എൻട്രൻസ് എക്സാമിന് ചോദിക്കുമ്പോൾ വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജിന്റെ ഫിഗർ ഒന്നും കണ്ടാൽ ചിലപ്പോൾ ഇത് നമുക്ക് വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജ് ആണെന്ന് തോന്നണം എന്നില്ല. പെട്ടെന്ന് അത് ഐഡന്റിഫൈ ചെയ്യാനൊന്നും പറ്റത്തില്ല. അപ്പൊ അത് ഐഡന്റിഫൈ ചെയ്യണമല്ലോ. ആസ് ആൻ എൻട്രൻസ് സ്റ്റുഡന്റ് ഒരു വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജിന്റെ സർക്യൂട്ട് ആണോ അല്ലയോ എന്ന് നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റണം. അപ്പൊ അതിനുള്ളൊരു എളുപ്പ വഴി എന്ന് പറഞ്ഞാൽ, വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജിന്റെ സർക്യൂട്ടിൽ 5 റെസിസ്റ്ററുകൾ ഉണ്ടായിരിക്കും. അപ്പൊ നിങ്ങൾ നോക്കുമ്പോൾ ഇവിടെ 4 റെസിസ്റ്ററേ ഉള്ളൂ. R1, R2, R3, R4 4 റെസിസ്റ്റർ ഉണ്ട്. ആൻഡ് പ്ലസ് there should be a galvanometer. ഇവിടെ ബിറ്റ്വീൻ B ആൻഡ് D ഞാനൊരു ഗാൽവനോമീറ്റർ കണക്ട് ചെയ്തിട്ടുണ്ട്. ഒബ്വിയസ്ലി ഈ ഗാൽവനോമീറ്ററിന് ഒരു ചെറിയ റെസിസ്റ്റൻസ് ഉണ്ടാവാം. അതൊരു ഐഡിയൽ ഗാൽവനോമീറ്റർ ആണെന്നൊന്നും നമ്മൾ വിചാരിക്കുന്നില്ല. അവിടെ ഒരു ഗാൽവനോമീറ്റർ റെസിസ്റ്റൻസും ഉണ്ടെന്ന് നമുക്ക് അസ്യൂം ചെയ്യാം. അങ്ങനെയാണെങ്കിൽ 1, 2, 3, 4 ആൻഡ് ഇൻക്ലൂഡിംഗ് ഗാൽവനോമീറ്റർ റെസിസ്റ്റൻസ് അവിടെ 5 റെസിസ്റ്റൻസ് ഉണ്ട്. അപ്പോൾ ഒരു വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജ് ആണെന്ന് നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ അവിടെ നമ്മൾ ഇഫക്റ്റീവ് സർക്യൂട്ട് അല്ലെങ്കിൽ നോക്കി കഴിയുമ്പോഴത്തേക്ക് അവിടെ 5 റെസിസ്റ്റൻസ് എങ്കിലും മിനിമം വേണം എന്ന കണ്ടീഷൻ നിങ്ങൾ ഓർത്ത് വെക്കുക. അതാണ് ഒരു കണ്ടീഷൻ. 2, ഞാൻ ഓൾറെഡി നിങ്ങളോട് പറഞ്ഞു, നമ്മളൊരു വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജ് യൂസ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയാണ്? വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജ് യൂസ് ചെയ്യുന്നത് അൺനോൺ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാനാണ്. അപ്പൊ നിങ്ങൾ ഇവിടെ ശ്രദ്ധിച്ചു നോക്കിയേ, ഇവിടെ ഞാൻ R4 എന്ന് പറയുന്ന റെസിസ്റ്റൻസ് അൺനോൺ ആണെന്ന് നമുക്ക് അസ്യൂം ചെയ്യാം. R4 എന്ന് പറയുന്ന റെസിസ്റ്റൻസ് അൺനോൺ ആണ്, നമുക്ക് അറിയില്ല. ഇവന്റെ വാല്യൂ ആണ് എനിക്ക് കണ്ടുപിടിക്കേണ്ടത്. ക്ലിയർ? അപ്പൊ ഇവിടെ നോക്ക്, ഞാനൊരു സെല്ല് കൊടുത്തിട്ടുണ്ട്, ഇവിടെ ഒരു സെല്ല് കൊടുത്തിട്ടുണ്ട്, ഇവിടെ ഒരു സ്വിച്ച് ഉണ്ടെന്ന് അസ്യൂം ചെയ്യാം. ഈ സ്വിച്ച് ക്ലോസ് ചെയ്യുമ്പോൾ ഈ സെല്ലിൽ നിന്ന് കറണ്ട് വിഡ്രോ ചെയ്യുന്നു, I കറണ്ട് വിഡ്രോ ചെയ്യുന്നു. ഈ സ്വിച്ചിൽ സെല്ലിൽ നിന്ന് ഒരു I കറണ്ട് വിഡ്രോ ചെയ്യുന്നു. ഈ വിഡ്രോ ചെയ്യുന്ന കറണ്ട് ഫ്ലോ ചെയ്ത് ജംഗ്ഷൻ എയിൽ എത്തിക്കഴിയുമ്പോൾ ജംഗ്ഷൻ എയിൽ നിന്ന് കറണ്ട് 2 ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യും. അപ്പൊ ജംഗ്ഷൻ എയിൽ നിന്ന് ഇങ്ങോട്ട് സ്പ്ലിറ്റ് അപ്പ് ആയത് ഈ വഴി പോകുന്ന കറണ്ടിനെ എനിക്ക് I1 എന്നും ഈ വഴി പോകുന്ന കറണ്ടിനെ എനിക്ക് I2 എന്നും വിളിക്കാം. ക്ലിയർ? അപ്പൊ ഈ I1 കറണ്ട് ഫ്ലോ ചെയ്ത് ബിയിലെത്തും, I2 കറണ്ട് ഫ്ലോ ചെയ്ത് ഡിയിലെത്തും. I1 കറണ്ട് ഫ്ലോ ചെയ്ത് ബിയിലെത്തും, I2 കറണ്ട് ഫ്ലോ ചെയ്ത് ഡിയിലെത്തും. ഇനിയും ഇതിൽ I1 ആണോ I2 ആണോ ഗ്രേറ്റർ എന്ന് എങ്ങനെ നമ്മൾ മനസ്സിലാക്കും? അത് ഡിപ്പെൻഡ്സ് ഓൺ ഈ റെസിസ്റ്റേഴ്സ് ആണ്. റെസിസ്റ്റേഴ്സിന്റെ വാല്യൂ അനുസരിച്ച് കറണ്ട് സ്വിച്ചിങ്, കറണ്ടിന്റെ റേഷ്യോ മാറുന്നു നമുക്കറിയാം. കാരണം എന്താ? V പ്രപ്പോർഷണൽ ടു I ആണ്. അവിടെ നമുക്കറിയാം V ഈസ് ഈക്വൽ ടു IR ആണ്. അപ്പൊ ആറുമായിട്ടുള്ള റേഷ്യോ നമുക്കറിയാം. റെസിസ്റ്റൻസ് കൂടിയാൽ നാച്ചുറലി അതുവഴി പോകുന്ന കറണ്ട് കുറയും. അപ്പൊ സപ്പോസ് R1 കൂടുതലാണെങ്കിൽ R1 കൂടുതലാണെങ്കിൽ ഇതുവഴി പോകുന്ന കറണ്ട് കുറവായിരിക്കും നാച്ചുറലി, ആണോ? അതുപോലെ ഇവിടെ R2 കുറവാണെങ്കിൽ ഇതുവഴി വരുന്ന കറണ്ട് കൂടുതലായിരിക്കും. ക്ലിയർ? ഇനിയും ഈ ബിയിലും ഡിയിലും കറണ്ടുകൾ എത്തിയതിനു ശേഷം ഇതിൽ ആരുടെ പൊട്ടൻഷ്യൽ ആണോ ഗ്രേറ്റർ? ഇപ്പൊ സപ്പോസ് ബിയുടെ പൊട്ടൻഷ്യൽ ഗ്രേറ്റർ ആണെന്ന് വിചാരിക്കുക. ബിയുടെ പൊട്ടൻഷ്യൽ ഗ്രേറ്റർ ആണെങ്കിൽ കറണ്ട് B to D ഒഴുകും, B to D ഫ്ലോ ചെയ്യും, ഗാൽവനോമീറ്റർ ഡിഫ്ലക്ട് ചെയ്യും. നമുക്കപ്പം ഗാൽവനോമീറ്റർ ഡിഫ്ലക്ഷൻ ഉണ്ടെന്ന് മനസ്സിലാക്കാൻ കഴിയും. അല്ല, ഇനിയും സപ്പോസ് ഡിയുടെ പൊട്ടൻഷ്യൽ ആണ് കൂടുതലെങ്കിൽ കറണ്ട് ഇവിടുന്ന് ഇങ്ങോട്ട് ഫ്ലോ ചെയ്യും, അപ്പോഴും ഗാൽവനോമീറ്റർ ഡിഫ്ലക്ട് ചെയ്യും. ക്ലിയർ? മനസ്സിലാവുന്നുണ്ടോ? പക്ഷേ നമ്മുടെ വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജിന്റെ ബേസിക് പ്രിൻസിപ്പിളിൽ നമ്മൾ പറയുന്നുണ്ട്, ബ്രിഡ്ജ് എന്തായിരിക്കണം? ബാലൻസ്ഡ് ആയിരിക്കണം എന്ന് ഞാൻ പറഞ്ഞിരുന്നു, ആണോ? ബാലൻസ്ഡ് കണ്ടീഷനിൽ ഞാൻ എന്താ പറഞ്ഞേ? കറണ്ട് ത്രൂ ദ ഗാൽവനോമീറ്റർ 0 ആയിരിക്കണം. അപ്പൊ നിങ്ങൾ ഓർത്തു വെക്കുക, ആ ബാലൻസ്ഡ് കണ്ടീഷനിൽ ഇതുവഴി പോകുന്ന കറണ്ട്, അപ്പം നമുക്ക് അസ്യൂം ചെയ്യാം ഇതുവഴി വരുന്ന കറണ്ടിനെ ഞാൻ ഇപ്പൊ സപ്പോസ് IG എന്ന് വിളിക്കുക. കറണ്ട് ത്രൂ ദി ഗാൽവനോമീറ്റർ ഞാൻ IG എന്ന് വിളിക്കുന്നു. അത് 0 ആയിരിക്കണം എന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ അത് 0 ആവാനുള്ള കണ്ടീഷൻ എന്താണ്? പൊട്ടൻഷ്യൽ അറ്റ് B ഈക്വൽ ടു പൊട്ടൻഷ്യൽ അറ്റ് D ആയിരിക്കണം. which means that point B and point D are equipotential.
പോയിന്റ് ബി ആൻഡ് പോയിന്റ് ഡി ആർ ഇക്വിപൊട്ടൻഷ്യൽ. ഇനി ഓർത്ത് വെക്കുക, നമുക്കിവിടെ ക്രിച്ചോഫ് ലോ ഒക്കെ അപ്ലൈ ചെയ്യാം. ക്രിച്ചോഫ് ലോ ഒക്കെ അപ്ലൈ ചെയ്തിട്ട് ജംഗ്ഷൻ റൂളും ലൂപ്പ് റൂളും ഒക്കെ അപ്ലൈ ചെയ്തിട്ട് എന്ത് കണ്ടുപിടിക്കാം? ഇവിടുത്തെ ഇക്വേഷൻസ് ഡിറൈവ് ചെയ്തെടുക്കാൻ പറ്റും. പക്ഷെ ഓർത്ത് വെക്കുക, അതൊക്കെ ബോർഡ് എക്സാമിന് മതി. നമ്മളിപ്പോ എൻട്രൻസിന് വേണ്ടിയാണ് പ്രാക്ടീസ് ചെയ്യുന്നത്, എൻട്രൻസിന് വേണ്ടിയാണ് പ്രിപ്പയർ ചെയ്യുന്നത്. സോ ഞാൻ ഇവിടെ ഡെറിവേഷൻ ഒന്നും പറയുന്നില്ല. ആർക്കെങ്കിലും ഇതിന്റെ ഡെറിവേഷൻ വേണം, ഞാൻ ബോർഡ് എക്സാമിന് കൂടി പ്രിപ്പയർ ചെയ്യുന്ന ആളാണ്, എനിക്ക് ഇതിന്റെ ഡെറിവേഷൻ വേണം എന്ന് താല്പര്യം ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും താഴെ കമന്റ് ചെയ്യാം. ഡെറിവേഷൻ ചെയ്ത് തന്നെ ഒരു വീഡിയോ ഞാൻ ഇടുന്നതായിരിക്കും. ഇപ്പൊ നമുക്ക് ഡെറിവേഷൻ ഒന്നും വേണ്ട, പ്യുവർലി എൻട്രൻസിനെ ഫോക്കസ് ചെയ്താണ് ഞാൻ സംസാരിക്കുന്നത്. സോ ഇക്വേഷൻസ് അറിഞ്ഞിരുന്നാൽ മതി. ഇവിടെ ഇക്വേഷൻ നമ്മൾ അറിഞ്ഞിരുന്നാൽ മതി, ഡെറിവേഷൻ പഠിക്കേണ്ട കാര്യമില്ല. അപ്പൊ ഇവിടെ ശ്രദ്ധിച്ചിരിക്കുക. അപ്പൊ ഞാൻ പറഞ്ഞു, ഈ ഗാൽവനോമീറ്റർ കറണ്ട് 0 ആവണമെങ്കിൽ, അതായത് ഇതുവഴി കറണ്ട് പോകാതിരിക്കണമെങ്കിൽ, ഇഫ് ദർ ഈസ് നോ കറണ്ട് ത്രൂ ദ ഗാൽവനോമീറ്റർ, പൊട്ടൻഷ്യൽ അറ്റ് ബി ഈക്വൽ ടു പൊട്ടൻഷ്യൽ അറ്റ് ഡി. പൊട്ടൻഷ്യൽ അറ്റ് ബി ഈക്വൽ ടു പൊട്ടൻഷ്യൽ അറ്റ് ഡി ആണെങ്കിൽ നമുക്ക് പറയാം ഗാൽവനോമീറ്റർ കറണ്ട് കറണ്ട് ത്രൂ ദി ഗാൽവനോമീറ്റർ എന്താണ്? 0 ആണ്. കറണ്ട് ത്രൂ ദി ഗാൽവനോമീറ്റർ 0 ആണ്. കറണ്ട് ത്രൂ ദി ഗാൽവനോമീറ്റർ 0 ആണെങ്കിൽ ഈ കണ്ടീഷനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ബാലൻസ്ഡ് കണ്ടീഷൻ. എന്താ? ബാലൻസ്ഡ് കണ്ടീഷൻ. ക്ലിയർ ആയോ? വളരെ ഈസി ആയിട്ട് മനസ്സിലാക്കാവുന്ന കാര്യമാണ്. ഇങ്ങനെ ഒരു വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജ് ബാലൻസ്ഡ് കണ്ടീഷനിലാണെങ്കിൽ ഈ ബ്രാഞ്ചിൽ കൂടെ കറണ്ട് ഫ്ലോ ചെയ്യുന്നുമില്ലെങ്കിൽ നമുക്കൊരു കാര്യം പറഞ്ഞുകൂടി, ഈ I1 ഫ്ലോ ചെയ്ത് ബിയിൽ എത്തിയിട്ട് എങ്ങോട്ടങ്ങ് പോകും? R2 കൂടെ സിയിലോട്ട് പോകും. R2 കൂടി സിയിലോട്ട് അങ്ങ് പോകും. ക്ലിയർ? അതേപോലെ തന്നെ എയിൽ നിന്ന് ഫ്ലോ ചെയ്ത് വരുന്ന I2 കറണ്ട് ഡി വഴി എങ്ങോട്ട് പോകണം? സിയിലേക്ക് പോകണം. അങ്ങനെ ഇവർ കമ്പൈൻ ചെയ്ത് ഇവിടുന്ന് I ആയിട്ട് തിരിച്ച് നെഗറ്റീവിലേക്ക് ഇങ്ങ് എത്തും. കണ്ടീഷൻ ഓക്കെ ആണോ? ഇത് കോൺസെപ്റ്റ് ക്ലിയർ ആണല്ലോ? അപ്പൊ അതേപോലെ നമുക്കൊരു കാര്യം കൂടി ഇവിടുന്ന് പറയാം. അപ്പൊ ഉറപ്പായിട്ട് നമുക്കൊരു കാര്യം പറയാൻ പറ്റും, R1 ഡിവൈഡഡ് ബൈ R2 ഷുഡ് ബി ഈക്വൽ ടു R3 ഡിവൈഡഡ് ബൈ R4. ബാലൻസ്ഡ് കണ്ടീഷൻ ആണ്. അതായത് ഇവരുടെ റേഷ്യോ, ഇവരുടെ രണ്ടുപേരുടെയും റേഷ്യോ ആരോട് ഇക്വലന്റ് ആയിരിക്കണം? ഇവരുടെ രണ്ടുപേരുടെയും റേഷ്യോനോട് ഇക്വലന്റ് ആയിരിക്കണം. ഇതിന്റെ റെസിപ്രോക്കൽ എടുത്തു നോക്കിയാൽ നമുക്ക് തിരിച്ചു എഴുതിക്കൂടെ ഇവന്മാരെ? എങ്ങനെ എഴുതാം? R4 ഡിവൈഡഡ് ബൈ, ഞാൻ RHS LHS ആക്കിയേ ഉള്ളൂ, R4 ബൈ R3 ഈക്വൽ ടു എന്തെഴുതാം? R2 ഡിവൈഡഡ് ബൈ R1 എന്ന് എഴുതാം. എനിക്ക് ഇവിടെ നിന്ന് ആരെ കണ്ടുപിടിക്കാം? അൺനോൺ റെസിസ്റ്റൻസ് ആയ R4 കണ്ടുപിടിക്കാം. R4 ഈക്വൽ ടു R3 ഇങ്ങോട്ട് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. R2 ഡിവൈഡഡ് ബൈ R1 ഇൻറ്റു R3. ദിസ് ഈസ് ദ വാല്യൂ ഓഫ് അൺനോൺ റെസിസ്റ്റൻസ്. ഈ അൺനോൺ റെസിസ്റ്റൻസ് ആയ R4 നമുക്ക് ഈസി ആയിട്ട് കണ്ടുപിടിക്കാം. ഈ കോൺസെപ്റ്റ് ഇത്രയും നിങ്ങൾക്ക് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഒന്നുമില്ല, വളരെ ബേസിക് ആയിട്ടുള്ള കാര്യമാണ്, വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. ഞാൻ നിങ്ങളോട് വീണ്ടും എടുത്തു പറയുകയാണ് മക്കളെ, ദാ ഈ കാണുന്ന ഇക്വേഷൻ, നമ്മളിപ്പോ ഈ എഴുതി വെച്ച ഇക്വേഷൻ ഇല്ലേ, ഈ ഇക്വേഷൻ ഡെറൈവ് ചെയ്തെടുക്കാൻ പറ്റും. ഇത് ഡിറൈവ് ചെയ്യാൻ പറ്റും. ആർക്കെങ്കിലും അത് വേണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് നമുക്ക് കമന്റ് ചെയ്യാവുന്നതാണ്. ഞാനത് ഉറപ്പായിട്ട് നമുക്ക് ചെയ്തു തരാൻ പറ്റും. ഇനി ഇവിടെ ശ്രദ്ധിച്ചു, ഇക്വലന്റ് സർക്യൂട്ട്, വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജിന് ഇക്വലന്റ് ആയിട്ടുള്ള സർക്യൂട്ടുകൾ നമ്മൾ ഓർത്തു വെക്കുക. ഇക്വലന്റ് സർക്യൂട്ട് എന്ന് പറയുമ്പോൾ അതിന് പകരക്കാരൻ എന്നൊക്കെ പറയും. വളരെ ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഫസ്റ്റ് നമ്മൾ കണ്ട സർക്യൂട്ടിലേക്ക് നിങ്ങൾ നോക്കിക്കേ. ഫസ്റ്റ് കണ്ട സർക്യൂട്ടിൽ 1, 2, 3, 4 റെസിസ്റ്റർ ആയിരുന്നു. ഇൻ ബിറ്റ്വീൻ അവർക്ക് ഇടയ്ക്ക് ഒരു ഗാൽവനോമീറ്ററും വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി ഒരു കാര്യം ഇത്ര മാത്രം ഓർത്തിരുന്നാൽ മതി. ഒരു I കറണ്ട് ഫ്ലോ ചെയ്ത് ഒരു ജംഗ്ഷനിൽ എത്തിയ ശേഷം, ഞാൻ ഈ പറയുന്ന പോയിന്റ് ശ്രദ്ധിച്ചിരിക്കണം, ദയവ് ചെയ്ത് ശ്രദ്ധിച്ചിരിക്കണം. ഇവിടുന്ന് ഒരു I കറണ്ട് ഫ്ലോ ചെയ്ത് ഒരു ജംഗ്ഷനിൽ എത്തിയ ശേഷം അത് രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യപ്പെട്ടു. ഇങ്ങോട്ടൊരു I1 പോയി, ഇങ്ങോട്ടൊരു I2 പോയി. ഈ I1 കറണ്ട് സ്പ്ലിറ്റ് ചെയ്ത്, ശ്രദ്ധിച്ചിരിക്കണം മക്കളെ, ദയവ് ചെയ്ത് എല്ലാവരും ഇവിടെ ശ്രദ്ധിച്ചിരിക്കണം. ഈ I1 കറണ്ട് സ്പ്ലിറ്റ് ചെയ്ത് എത്തിയ ജംഗ്ഷൻ ബിയിലല്ലേ പോയി നിന്നത്. അതേപോലെ I2 കറണ്ട് സ്പ്ലിറ്റ് ചെയ്ത് എത്തിപ്പെട്ട ജംഗ്ഷൻ ഏതാ? ഡി അല്ലേ. I1 സ്പ്ലിറ്റ് ചെയ്ത് എത്തിയ ജംഗ്ഷൻ ഏതാ? ഡി. I2 എത്തിയ ജംഗ്ഷൻ ഏതാ? ഡി. ആ ജംഗ്ഷൻ ഏതൊക്കെ ആയിരിക്കും? ആ ജംഗ്ഷൻ ഇൻ ബിറ്റ്വീൻ ആയിരിക്കും നമ്മൾ ഗാൽവനോമീറ്റർ വെച്ചിട്ടുണ്ടാവും. ഇവിടെ നമുക്ക് നോക്കാം. അപ്പൊ ഈ ഫിഗറിലേക്ക് ഒന്ന് ശ്രദ്ധിച്ചു നോക്കിക്കേ. ഈ ഫിഗറിലേക്ക് നിങ്ങൾ ശ്രദ്ധിച്ചു നോക്ക്. ഈ ഫിഗറിലേക്ക് ശ്രദ്ധിച്ചാൽ ഇവിടെ കാണുന്നതാണ് പോസിറ്റീവ് ടെർമിനൽ, ഇവിടെയാണ് നെഗറ്റീവ് ടെർമിനൽ. അപ്പൊ ഇവിടുന്ന് ഒരു I കറണ്ട് ഫ്ലോ ചെയ്ത് ഇവിടേക്ക് എത്തുന്നു, ആണോ? ഇതിന്റെ സെല്ലിന്റെ പോസിറ്റീവിൽ നിന്ന് ഒരു I കറണ്ട് ഫ്ലോ ചെയ്ത് ഇവിടേക്ക് എത്തുന്നു. എന്നിട്ട് എന്താ സംഭവിക്കുന്നത്? ഇവിടേക്ക് I1ഉം ഇവിടേക്ക് I2 ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യും, ആണോ? ഞാനിപ്പോ പറഞ്ഞ അതേ കാര്യം.
പോസിറ്റീവ് ടെർമിനലിൽ നിന്ന് ഒരു കറണ്ട് ഫ്ലോ ചെയ്ത് ഈ ജംഗ്ഷനിലെത്തിയതിനു ശേഷം I1 ആയിട്ട് ഇങ്ങോട്ട് പോയി, I2 ആയിട്ട് ഇങ്ങോട്ട് പോയി. ഇനി നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കാം മക്കളെ, ഈ I1 കറണ്ട് എത്തുന്ന ജംഗ്ഷൻ C അല്ലേ? അതെ. അതുപോലെ I2 കറണ്ട് എത്തുന്ന ജംഗ്ഷൻ A അല്ലേ? അതെ. ഈ എക്കും സിക്കും ഇൻ ബിറ്റ്വീൻ അല്ലേ ഇപ്പൊ ഞാൻ ഗാൽവനോമീറ്റർ വെച്ചിരിക്കുന്നത്? അതെ. ആ സ്പ്ലിറ്റ് ചെയ്ത കറണ്ടുകൾ ഏത് ജംഗ്ഷനിൽ എത്തുന്നോ, സ്പ്ലിറ്റ് ചെയ്ത കറണ്ടുകൾ കണ്ടോ, സ്പ്ലിറ്റ് ചെയ്ത കറണ്ടുകൾ ഏത് ജംഗ്ഷനിൽ എത്തുന്നോ അതിന് ഇൻ ബിറ്റ്വീൻ ഗാൽവനോമീറ്റർ ഉണ്ടായിരിക്കും. ക്ലിയർ? അതല്ലേ ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. സ്പ്ലിറ്റ് ചെയ്ത കറണ്ടുകൾ എവിടെ എത്തിയോ അതിന് ഇൻ ബിറ്റ്വീൻ ഗാൽവനോമീറ്റർ ഉണ്ട്. മനസ്സിലായോ? അപ്പൊ ഇത് ഒരു വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജ് തന്നെയാണ്. എല്ലായ്പ്പോഴും സെൽ ഇവിടെ തന്നെ വേണോ നിർബന്ധമൊന്നുമില്ല. സെല്ലും ഗാൽവനോമീറ്ററും തമ്മിൽ റീപ്ലേസ് ചെയ്യപ്പെടാം, പ്രശ്നമില്ല. കോൺസെപ്റ്റ് ക്ലിയർ ആണല്ലോ? ഇത് നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലായോ? ഓക്കെ ആണോ? ഇനി ഒരു കാര്യം കൂടി നിങ്ങളോട് ഞാൻ മനസ്സിലാക്കി തരാം. ഇവിടെ ശ്രദ്ധിച്ചു നോക്കിയേ, ഈ I1 കറണ്ട് പോയത് R1 കൂടെയും പിന്നെ വരുന്നത് R2 കൂടെ അല്ലേ? I1 കറണ്ട് പോയത് R1 കൂടെയും പിന്നെ R2 അല്ലേ? ഇത് ഇവിടെ എഴുതിയേക്കുന്ന റേഷ്യോ നോക്കി, R1/R2 ഈക്വൽ ടു R3/R4, R1/R2 ഈക്വൽ ടു R3/R4 എന്നാണ് എഴുതിയിരിക്കുന്നത്. അതേപോലെ അവിടെ എഴുതിക്കൂടെ റേഷ്യോ? ആ പോകുന്ന സെയിം കറണ്ടുകളുടെ റേഷ്യോ ഡിവൈഡഡ് ബൈ സെയിം കറണ്ടുകൾ പോയ റെസിസ്റ്റൻസിന്റെ റേഷ്യോ എഴുതിയാൽ മതി. ഇനി ഇത് ഇങ്ങനെ തന്നെ റേഷ്യോ എഴുതണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല. അങ്ങനെയൊന്നും ആർക്കും ഇവിടെ നിർബന്ധമില്ല. ഈ റേഷ്യോ മാറ്റിയും എഴുതാം, എങ്ങനെ എഴുതാം, ചില നിർബന്ധങ്ങളുണ്ട്. പക്ഷെ ഇതേപോലെ തന്നെ എഴുതണമെന്ന് യാതൊരു നിർബന്ധമില്ല. നിങ്ങൾക്ക് ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തുകൂടെ, ഐ മീൻ എക്സ്ചേഞ്ച് ചെയ്തുകൂടെ? R1/R2, R3/R4. ഈ R3 എടുത്ത് ഇവിടെ ഇട്ടുകൂടെ? ഈ R3 എടുത്ത് ഇവിടെ ഇട്ടുകൂടെ? ഈ R2 എടുത്ത് അവിടെ കൊടുത്തുകൂടെ? കൊടുക്കാമല്ലോ. എന്താ പ്രശ്നം? അപ്പൊ ഈ R3 ഇവിടെ വന്നു, R2 അവിടെ പോയി. ക്ലിയർ? അപ്പൊ എനിക്ക് എന്താ എഴുതാം? R1/R3 ഈക്വൽ ടു R2/R4 എന്ന് എഴുതാം. R1/R3 ഈക്വൽ ടു R2/R4 എന്ന് എഴുതാം. ആ റേഷ്യോസ് സെയിം ആണെങ്കിൽ അവരൊരു വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജ് ആയിരിക്കും. അപ്പൊ നമ്മൾ അതാണ് ചെക്ക് ചെയ്യേണ്ടത്. പ്രോബ്ലം വരുമ്പോൾ നമ്മൾക്ക് തന്നിരിക്കുന്നത് ഒരു വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജ് ആണോ അല്ലയോ എന്ന് എങ്ങനെ ചെക്ക് ചെയ്യും? അവരുടെ റേഷ്യോ എടുത്ത് നോക്കിയാൽ മതി. യെസ്, ക്ലിയർ? അപ്പൊ ഇവിടെ നിങ്ങൾ നോക്കിക്കേ, ഈ I1 കറണ്ട് ഇതുവഴി കയറി പിന്നെ ഈ ഗാൽവനോമീറ്റർ നൾ ഡിഫ്ലക്ഷൻ ആണെങ്കിൽ എങ്ങോട്ട് പോകും? R2 പോകും. അപ്പൊ എനിക്ക് എന്താ പറയാം? ശ്രദ്ധിച്ചിരിക്കണേ, R4 divided by R2 which is equal to എന്താ എഴുതാം? R3 divided by R1 എന്ന് എഴുതാം. ഇവിടുന്ന് R4 ആയ അൺനോൺ നമുക്ക് കണ്ടുപിടിക്കാം. R4 equal to R3 divided by R1 into R2 എന്ന് എഴുതാം. കോൺസെപ്റ്റ് നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇത്രയേ ഉള്ളൂ വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജ്. പിന്നെ ഇതിന്റെ പല ടൈപ്പുകൾ നമ്മളോട് ചോദിക്കാം. അതെ, ഈ കാണുന്നത് ഒരു വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജ് ആണ്. അപ്പൊ നിങ്ങൾക്ക് ഇവിടെ ചോദിക്കാം, ഗാൽവനോമീറ്റർ എവിടെ? ഗാൽവനോമീറ്ററിന് പകരമാണ് ഗാൽവനോമീറ്റർ റെസിസ്റ്റൻസ് കൊടുത്തിരിക്കുന്നത്. ഗാൽവനോമീറ്ററിന് പകരം അവിടെ ഗാൽവനോമീറ്റർ റെസിസ്റ്റൻസ് ആയിട്ട് കൊടുത്തു. അപ്പൊ RG എന്ന് എഴുതിയാൽ റെസിസ്റ്റൻസ് ഓഫ് ഗാൽവനോമീറ്റർ ആണ്. പക്ഷെ നമുക്ക് വരാൻ പോകുന്ന ക്വസ്റ്റ്യനിൽ അവർ RG എന്നൊന്നും പറഞ്ഞ് നമുക്ക് പറഞ്ഞു തരില്ല. ഇതൊക്കെ വാല്യൂസ് ആയിരിക്കും. ഇത് 5, ഇത് 4, ഇത് 2, അങ്ങനെയൊക്കെ ഡിഫറെന്റ് വാല്യൂസ് ആയിരിക്കും. അപ്പൊ നമ്മൾ റേഷ്യോസ് ചെക്ക് ചെയ്യുകയും കറണ്ടിന്റെ സ്പ്ലിറ്റിംഗ് വെച്ച് ഗാൽവനോമീറ്റർ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ വേണം. അപ്പൊ ഈ സെല്ലിന്റെ പോസിറ്റീവ് ടെർമിനലിൽ നിന്ന് ഒരു കറണ്ട് വിഡ്രോ ചെയ്യുന്നു, I ആണ്. ഈ കറണ്ട് വിഡ്രോ ചെയ്ത് ഈ ജംഗ്ഷനിൽ എത്തിയതിനു ശേഷം എനിക്ക് പറഞ്ഞുകൂടെ ഇവിടുന്ന് വരുന്ന കറണ്ടാണ് I1, ഈ ബ്രാഞ്ചിൽ കൂടെ പോകുന്ന കറണ്ടാണ് I2. ക്ലിയർ? അപ്പൊ ഇനി നമുക്ക് നോക്കാം. I1 എത്തുന്ന ജംഗ്ഷൻ D ആണ്, I2 എത്തുന്ന ജംഗ്ഷൻ B ആണ്. ആ ബിക്കും ഡിക്കും ഇടയ്ക്കല്ലേ ഗാൽവനോമീറ്റർ ഇരിക്കുന്നത്? യെസ്. കോൺസെപ്റ്റ് ക്ലിയർ ആണ്. ഇത് ഇതിലും വ്യക്തമാക്കി തരാൻ പറ്റുമോ? ഇത് അടിപൊളിയായിട്ട് നിങ്ങൾക്ക് മനസ്സിലായെന്നാണ് എന്റെ വിശ്വാസം. ഇത് പ്രോപ്പർ ആയിട്ട് നിങ്ങൾക്ക് കിട്ടിയെന്ന് ഞാൻ വിശ്വസിച്ചു കൊള്ളുന്നു. ക്ലിയർ? സെറ്റ് ആണോ? ഓക്കെ അല്ലേ? അപ്പം ഈ കോൺസെപ്റ്റുകളൊക്കെ നമുക്ക് ഇങ്ങനെ മനസ്സിലാക്കി എടുക്കാൻ പറ്റും. അപ്പൊ ഇവിടെ നോക്കിക്കേ, ഇത് നൾ ഡിഫ്ലക്ഷൻ ആണെങ്കിൽ അല്ലെ, ഇത് റേഷ്യോ സെയിം ആണെങ്കിൽ ഇവൻ നൾ ഡിഫ്ലക്ഷൻ തരാം. അപ്പൊ ഇവൻ നൾ ഡിഫ്ലക്ഷൻ തന്ന ഇതുവഴി കറണ്ട് ഇല്ല. അപ്പൊ എനിക്ക് എന്ത് പറയാം? R1 കൂടെ പോകുന്ന കറണ്ട് R2 കൂടെ പോകും, R3 കൂടെ പോകുന്ന കറണ്ട് R4 കൂടെ പോകും. അപ്പൊ എനിക്ക് എന്താ എഴുതാം? R1 divided by R2 which is equal to R3 divided by R4. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം, ഐ മീൻ ഇങ്ങോട്ട് എക്സ്ചേഞ്ച് ചെയ്യാം. R1/R3 equal to R2/R4 എന്ന് എഴുതാം. സെറ്റ്? പക്ക? ക്ലിയർ? നമ്മൾ ഇത് ചെയ്യാനുള്ള ഒരു എളുപ്പവഴിക്ക് എന്ത് നോക്കിയാൽ മതി? സെയിം കറണ്ട് പോകുമ്പോൾ ഒന്നെങ്കിൽ നിങ്ങൾ അങ്ങനെ നോക്കുക. ഇതിനെ വേറെ രീതിയിൽ എഴുതുന്നത് എങ്ങനെയാ? വാ ഇവിടെ ശ്രദ്ധിച്ചു. R1 divided by R3 which is equal to R2 divided by R4 എന്ന് എഴുതാമെന്ന് ഞാൻ പറഞ്ഞു. അപ്പൊ നിങ്ങൾ പ്രോബ്ലത്തിൽ റേഷ്യോ ചെക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ നോക്കിയാൽ മതി. ഒന്നെങ്കിൽ ഈ I1 കറണ്ട് എതുവഴി കയറി? R3 കൂടെ കയറി R4 പോയി. സെയിം കറണ്ട് R1 കൂടെ കയറി R2 കൂടെ പോയി. അപ്പൊ നിങ്ങൾ എന്ത് ചെക്ക് ചെയ്താൽ മതി? സെയിം കറണ്ട് പോകുന്ന റെസിസ്റ്ററുകളുടെ റേഷ്യോ ഈക്വൽ ടു ഇവരുടെ റെസിസ്റ്ററിന്റെ റേഷ്യോ ആണോ നോക്കുക. അതല്ലേ ഇവിടെ ചെയ്തേക്കുന്നത്. R1/R2
R2 ഈക്വൽ ടു R3/R4 ആണോ നോക്കുക. ഒന്നെങ്കിൽ അങ്ങനെ ചെക്ക് ചെയ്യാം, അല്ലെങ്കിൽ എങ്ങനെ ചെക്ക് ചെയ്യാം, കറണ്ട് സ്പ്ലിറ്റ് ചെയ്യുന്ന ബ്രാഞ്ചുകൾ അങ്ങ് എടുക്കുക. ഇവിടെ R1/R3 എന്നല്ലേ എഴുതിയിരിക്കുന്നത്, R1/R3 എന്നല്ലേ. സ്പ്ലിറ്റ് ചെയ്ത് ആദ്യം എത്തുന്ന റെസിസ്റ്ററുകൾ R1 R3. ക്ലിയർ? ഇവിടുന്ന് വരുന്ന ഈ കറണ്ട് സ്പ്ലിറ്റ് ചെയ്ത് ആദ്യം എത്തുന്ന റെസിസ്റ്ററുകൾ R1 R3 ആണ്. അപ്പൊ R1/R3 ഈക്വൽ ടു എന്താന്ന് നോക്കിയാൽ മതി, R2/R4 ആണോ ചെക്ക് ചെയ്താൽ മതി. പക്ക മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. യെസ്. ഇത് വേറൊരു കോൺസെപ്റ്റ് ആണ്. അതേപോലെ തന്നെ വേറൊരു സർക്യൂട്ട് ആണ്, ഇതും വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജ് ആണ്. എങ്ങനെ നോക്കാം, ഇവിടെ ചെക്ക് ചെയ്ത് എല്ലാവരും ഇവിടെ ശ്രദ്ധിച്ചിരിക്കണേ. ഇത് പോസിറ്റീവ് ടെർമിനലാണ്, ഇത് നെഗറ്റീവ് ടെർമിനലാണ്. ഇവിടുന്ന് വരുന്ന കറണ്ട് ആണ് I. ഈ I കറണ്ട് ഫ്ലോ ചെയ്ത് ഈ ജംഗ്ഷനിലാണ് എത്തുന്നത്, ആണോ? ഇങ്ങോട്ട് പോകുന്ന കറണ്ട് ആണ് ആര്, I1 എന്ന് വിളിക്കാം. ഇതുവഴി വരുന്ന കറണ്ട് ആണ് ആര്, I2 എന്ന് വിളിക്കാം, ആണോ? അപ്പൊ നിങ്ങൾ ഇവിടെ ഒന്ന് ചെക്ക് ചെയ്തേ മക്കളെ, ഇവിടെ ഒന്ന് ചെക്ക് ചെയ്യണം, നമുക്ക് നോക്കാം. ഇതുവഴി വരുന്ന കറണ്ട് I1 ഈ ജംഗ്ഷനിൽ എത്തും, ആണോ? അതേപോലെ ഈ വരുന്ന കറണ്ട് I2 ഇതുവഴി ഫ്ലോ ചെയ്ത് ഈ ജംഗ്ഷനിലാണ് എത്തിച്ചേരുന്നത്. യെസ്. അപ്പം ആ കറണ്ടുകൾ എത്തിച്ചേർന്ന ജംഗ്ഷൻ ഏതൊക്കെയാ? ഒന്ന് ഈ ജംഗ്ഷൻ ആണ്, ആണോ? രണ്ട് ഈ ജംഗ്ഷൻ ആണ്. ഇവർക്ക് ഇൻ ബിറ്റ്വീൻ ഇരിക്കുന്ന ഈ റെസിസ്റ്റർ ആണ് ഗാൽവനോമീറ്റർ റെസിസ്റ്റർ, അല്ലെ? വെട്ടിക്കളഞ്ഞതല്ല, ഞാൻ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി എഴുതിയതാണ്. ഈ ഇരിക്കുന്നവനാണ് ആര്, ഗാൽവനോമീറ്റർ റെസിസ്റ്റർ. അപ്പൊ സെയിം കറണ്ട് വരുന്ന ബ്രാഞ്ച് ആരാ, R1 R3, അല്ലെ? R1 R3. അപ്പൊ നിങ്ങൾക്ക് എഴുതാം R1/R3 ഈക്വൽ ടു R2/R4. ഒന്നെങ്കിൽ അങ്ങനെ എഴുതാം, അല്ലെങ്കിൽ കറണ്ട് സ്പ്ലിറ്റ് ചെയ്യപ്പെടുന്ന ആദ്യത്തെ റെസിസ്റ്ററുകൾ R1 R2 ആണ്. R1/R2 ഈക്വൽ ടു R3/R4. ക്ലിയർ? കോൺസെപ്റ്റ് നിങ്ങൾക്ക് പക്കയായിട്ട് മനസ്സിലായെങ്കിൽ നമുക്ക് കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. ഇതുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് നിൽക്കുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ചെക്ക് ചെയ്ത് നോക്കാം. പാഠമക്കളെ ഇവിടെ ഒന്ന് ശ്രദ്ധിച്ചിരുന്നേ, എന്താ ചോദിച്ചേക്കുന്നത്? 5 resistance are connected as shown in the figure. The effective resistance between A and B. Effective resistance between A and B. അപ്പൊ ഞാൻ എന്താ ചെക്ക് ചെയ്യാൻ പോകുന്നത്? ഞാൻ ചെക്ക് ചെയ്യാൻ പോകുന്നത് ഇവിടുന്ന് വരുന്ന കറണ്ട് ആണ് I. എന്നിട്ട് എന്ത് സംഭവിക്കും? ഇവിടോട്ടും സ്പ്ലിറ്റ് അപ്പ് അടിച്ചു, അതേപോലെ ഇവിടേക്കും സ്പ്ലിറ്റ് അടിച്ചു, ആണല്ലോ. ആ സ്പ്ലിറ്റ് ചെയ്ത് കറണ്ടുകൾ എത്തിയ ജംഗ്ഷൻ ഏതാ? ഈ കാണുന്ന ജംഗ്ഷനും ഈ കാണുന്ന ജംഗ്ഷനുമാണ്. അപ്പൊ ഈ കാണുന്നത് ഗാൽവനോമീറ്റർ റെസിസ്റ്റർ ആണെന്ന് മനസ്സിലായി. ഞാൻ വട്ട വിട്ടു വെച്ചു, അത് ഗാൽവനോമീറ്റർ റെസിസ്റ്റർ ആണെന്ന് മനസ്സിലായി. കാരണം കറണ്ടുകൾ സ്പ്ലിറ്റ് ചെയ്ത് ഏത് ജംഗ്ഷനിൽ എത്തുന്നോ ആ ജംഗ്ഷൻ ഇൻ ബിറ്റ്വീൻ ഉള്ളത് ഗാൽവനോമീറ്റർ റെസിസ്റ്റർ ആണ്. അപ്പൊ ഇത് ഗാൽവനോമീറ്റർ റെസിസ്റ്റർ ആണെന്ന് എനിക്ക് മനസ്സിലായി. അവനെ ഞാൻ അവിടെ വട്ട വിട്ടു വെച്ചു, അവിടെ ഇരുന്നോട്ടെ. ഇനിയും നിങ്ങൾക്ക് ഒന്നെങ്കിൽ സെയിം കറണ്ടുകൾ പോകുന്ന റേഷ്യോ, അല്ലെ ഇങ്ങനെ കറണ്ടുകൾ പോകുന്ന റേഷ്യോ സെയിം ആണോ നോക്കാം, അല്ലെങ്കിൽ സ്പ്ലിറ്റ് അപ്പ് നടക്കുന്ന റെസിസ്റ്ററുകളുടെ റേഷ്യോ സെയിം ആണോ നോക്കാം. നോക്കിക്കോ, 2/4 എത്രയാ? 1/2. 3/6 എത്രയാ? 1/2. അല്ലേ? റേഷ്യോ സെയിം ആണ്. യെസ്, ഇറ്റ് ഈസ് എ വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജ്. അല്ലെങ്കിൽ റേഷ്യോ ഇങ്ങനെ നോക്കാം, 2/3 എന്ന് പറഞ്ഞാൽ 2/3. 4/6 എത്ര തന്നെയാ? 2/3 തന്നെയാണ്. ക്ലിയർ സെറ്റ് അല്ലേടാ മക്കളെ? ഇത് ഈസി ആയിട്ട് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. അപ്പൊ എനിക്ക് മനസ്സിലായി, ഇവിടുന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റി എന്താ, 2/4 എന്താ, 2/4 ഈക്വൽ ടു 3/6 ആണെന്ന് എനിക്ക് മനസ്സിലായി. കാര്യം 2/4 കട്ട് ചെയ്താൽ 1/2 എന്ന് കിട്ടും, 3/6 കട്ട് ചെയ്താലും 1/2 എന്ന് കിട്ടും. അപ്പൊ ഇവരുടെ റേഷ്യോ സെയിം ആണെന്ന് എനിക്ക് മനസ്സിലായി. അപ്പൊ റേഷ്യോ സെയിം ആണെങ്കിൽ ഇതെന്താ? ഇതൊരു വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജ് ആണെന്ന് മനസ്സിലായി. വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജ് ആണെങ്കിൽ കറണ്ട് ത്രൂ ദ ഗാൽവനോമീറ്റർ 0. ഈ ബ്രാഞ്ചിൽ കൂടെ കറണ്ട് ഇല്ലെന്ന്, ഈ ബ്രാഞ്ചിൽ കൂടെ കറണ്ട് ഇനി ഒഴുകരുത്. കറണ്ട് ത്രൂ ദ ഗാൽവനോമീറ്റർ, ഇതിൽ കൂടെ ഉള്ള കറണ്ട് 0 ആയിരിക്കണം. എന്ന് വെച്ചാൽ എന്താ മനസ്സിലായ? ഈ വഴി പോയ കറണ്ടിനെ ഞാൻ I1 എന്നും ഈ വഴി പോകുന്ന കറണ്ടിനെ ഞാൻ I2 എന്നും വിളിച്ചു, നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി, ആണോ? ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആയതുകൊണ്ടാണ് ഇത്രയും സമയം എടുത്ത് ഞാൻ ഡിസ്കസ് ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ തൊട്ട് നമ്മൾ കുറച്ചുകൂടെ ഫാസ്റ്റ് ആയിട്ട് വിടും, കാര്യം പെട്ടെന്ന് പറയാൻ പറ്റും. അപ്പൊ ഈ വഴി പോയ കറണ്ട് I1, ഈ I1 കറണ്ട് 2 കൂടെ കയറി ഈ ജംഗ്ഷനിൽ കൂടെ കയറി ഇതുവഴി ഇങ്ങി പോരും, ആണോ? അപ്പൊ I1 2 കൂടെ കയറി 3 കൂടെ വരും. എന്ന് വെച്ചാൽ ദേ ആർ സീരീസ്, സെയിം കറണ്ട് ആണ് ഫ്ലോ ചെയ്തത്, ദേ ആർ സീരീസ്. അപ്പൊ മക്കളെ ഓർക്കുക, സീരീസ് പാരലൽ കോമ്പിനേഷൻ നമ്മൾ ഇതിന് മുമ്പായിട്ട് പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ ഈ വീഡിയോ ഇപ്പൊ റൈറ്റ് നൗ കാണുന്നവർ സീരീസ് പാരലൽ കോമ്പിനേഷനെ പറ്റി ഐഡിയ ഇല്ലെങ്കിൽ ഇതിന് മുമ്പ് അപ്ലോഡ് ചെയ്ത വീഡിയോ കണ്ടുപിടിച്ച് തേടി പിടിച്ച് അത് കാണണം. നമ്മുടെ ഈ പ്ലേലിസ്റ്റിനകത്തോട്ട് ബൂസ്റ്റർ സീരീസ് എന്നുള്ള പ്ലേലിസ്റ്റിനകത്തോട്ട് തപ്പിയാൽ മതി, ഇതിന്റെ തൊട്ട് മുമ്പ് ആയിട്ട് പ്ലേലിസ്റ്റ് അത് കിടപ്പുണ്ടാവും. ക്ലിയർ? അപ്പൊ ഈ I1 കറണ്ട് 2 കൂടെ കയറി 3 കൂടെ പോയി. ക്ലിയർ? അപ്പൊ അവര് സീരീസ് കോമ്പിനേഷൻ ആണെന്ന് എനിക്ക് മനസ്സിലായി. സീരീസ് ആണ്, ചുമ്മാ എടുത്ത് ആഡ് ചെയ്താൽ പോരെ. അപ്പൊ 3 ഉം 2 ഉം 5, 3 ഉം 2 ഉം 5, 2 + 3 നമുക്ക് എത്ര കിട്ടി? 5 എന്ന് കിട്ടി. അറ്റ് ദ സെയിം ടൈം ഇവരെങ്ങനെയാ സീരീസ്? I2 4 കൂടെ കയറി 6 കൂടെ ആണ് പോകുന്നത്. അപ്പൊ 4 + 6 നമുക്ക് എത്ര കിട്ടി? 10 എന്ന് കിട്ടി. 4 + 6 നമുക്ക് എത്ര കിട്ടി? 10 എന്ന് കിട്ടി. ഇനി ഇവര് തമ്മിൽ എങ്ങനെയാ? പാരലൽ ആണ്.
10 പാരൽ വിത്ത് 5. ക്ലിയർ അല്ലേ? ഒന്നെങ്കിൽ ഇത് R1 R2 ബൈ R1 പ്ലസ് R2 അല്ലെ നമ്മുടെ ഷോർട്ട് കട്ട് ഇക്വേഷൻ. ഇത് സിമ്പിൾ നമ്പർ ആണ്. അപ്പൊ R1 R2 ഡിവൈഡഡ് ബൈ R1 പ്ലസ് R2 15. അപ്പൊ ഇത് ഇതോടെ കട്ട് ചെയ്താൽ എത്ര കിട്ടും മക്കളെ? 3 എന്ന് കിട്ടും. 10/3 അപ്രോക്സിമേറ്റ് 3.33 എന്ന് കിട്ടും. അങ്ങനെ ഒരു ഓപ്ഷൻ ഇവിടെ ഉണ്ട്, ഓപ്ഷൻ 4. ഇത് ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. വളരെ ഈസി ആയിട്ട് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. യെസ്, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ദ കറന്റ് ഡ്രോൺ ഫ്രം ദ 5 വോൾട്ട് സെൽ വിൽ ബി. ഈ 5 വോൾട്ട് സെല്ലിൽ നിന്ന് വിഡ്രോ ചെയ്യപ്പെടുന്ന കറണ്ട് എത്രന്നാ ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, നമുക്ക് അസ്യൂം ചെയ്യാം ഇവിടുന്ന് വിഡ്രോ ചെയ്യുന്ന കറണ്ട് I. ഈ I കറണ്ട് ഫ്ലോ ചെയ്ത് ഈ ജംഗ്ഷനിലെത്തി. ഇങ്ങോട്ട് പോയ കറണ്ടിനെ ഞാൻ I1 എന്നും ഈ ബ്രാഞ്ചിൽ കൂടെ പോയ കറണ്ടിനെ ഞാൻ I2 എന്നും വിളിച്ചു. ഈ I1 കറണ്ട് ഫ്ലോ ചെയ്തെത്തുന്ന ജംഗ്ഷൻ ഇതാണ്. I2 കറണ്ട് ഫ്ലോ ചെയ്തെത്തുന്ന ജംഗ്ഷൻ ഇതാണ് അല്ലേ? അപ്പൊ ഈ ജംഗ്ഷനുകൾക്ക് ഇൻ ബിറ്റ്വീൻ ഇരിക്കുന്ന ഇവനാണ് ഗാൽവനോമീറ്റർ എന്ന് മനസ്സിലായി. ഇനി നമുക്ക് റേഷ്യോ എടുത്ത് നോക്കാം. നോക്കിക്കേ, ഈ വഴി വന്ന കറണ്ട് ഇതുവഴി കയറി ഇതുവഴി പോയി. അതുപോലെ ഈ കറണ്ട് ഇതുവഴി കയറി ഇതുവഴി പോയി. അപ്പം ഇതേ ബൈ ഇതേ ഈക്വൽ ടു ഇതേ ബൈ ഇതാണെന്ന് നോക്കാം. ഒന്നെങ്കിൽ അങ്ങനെ നോക്കുക, അല്ലെ ഇതേ ബൈ ഇതേ ഈക്വൽ ടു ഇതേ ബൈ ഇതേ, എങ്ങനെ വേണേലും എടുക്കാം. അത് നിങ്ങൾക്ക് ഇപ്പൊ മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങളുടെ കൺവീനിയൻസ് അനുസരിച്ച് ചെയ്യുക. അപ്പൊ ഞാൻ ഇവൻ ബൈ ഇവൻ I1 ബൈ I2 10 ഡിവൈഡഡ് ബൈ 5 അല്ലെ? അതിനോട് ഇക്വലന്റ് ആണ് 10 ഡിവൈഡഡ് ബൈ 20. I1 പോയ കറണ്ട് ബൈ I2 പോയ കറണ്ട് ഈക്വൽ ടു I1 പിന്നെ പോയ കറണ്ട് ബൈ I2 പിന്നെ പോയ കറണ്ട്. അതിന്റെ റേഷ്യോ ഈക്വൽ ആണെന്ന് മനസ്സിലായി. അപ്പൊ ഇത് ഈക്വൽ ആണെന്ന് മനസ്സിലായല്ലോ, ഡൗട്ട് ഒന്നും ഇല്ലല്ലോ. സോറി, ഞാൻ എന്താ എഴുതി വെച്ചത്? 10/5 ഈക്വൽ ടു 10 I2 പോയത് ഡിവൈഡഡ് ബൈ I1 പോയതെന്നല്ലേ എഴുതിയത്. അപ്പൊ I2 പോയത് ഡിവൈഡഡ് ബൈ I1 പോയത് 20 ഡിവൈഡഡ് ബൈ 10 എന്ന് എഴുതാം. സോറി കേട്ടോ, ഞാൻ ഇതൊന്നും എഡിറ്റ് ചെയ്യാൻ നിൽക്കുന്നില്ല. നമുക്ക് തെറ്റുകളൊക്കെ സംഭവിക്കാം എന്ന് മനസ്സിലായല്ലോ അല്ലെ? അപ്പൊ തെറ്റ് സംഭവിക്കരുത് എന്നുള്ളൊരു പാഠം, ഒരു ഗുണപാഠമാണ് ഞാൻ ഇതിലൂടെ നിങ്ങളെ മനസ്സിലാക്കാൻ ശ്രമിച്ചത്. അല്ലാതെ സത്യത്തിൽ തെറ്റ് വെച്ചതല്ല എന്ന് ഞാൻ ഇവിടെ അറിയിക്കുകയാണ് സുഹൃത്തുക്കളെ. അപ്പൊ ഇവരുടെ റേഷ്യോ സെയിം ആണെന്ന് മനസ്സിലായി. അങ്ങനെയാണെങ്കിൽ നോക്കിക്കേ, ഇവര് സീരീസ് അല്ലേ? I2 ഇതിൽ കൂടെ കയറി ഇതിൽ കൂടെ അല്ലേ വന്നത്. അപ്പൊ 20 10 30, 20 പ്ലസ് 10 സീരീസ് ആണ് 30 എന്ന് കിട്ടി. അതേപോലെ I1 ഇതിൽ കൂടെ കയറി ഇതിൽ കൂടെ അല്ലേ പോണത്. യെസ്, അപ്പൊ 10ഉം 5ഉം കൂടെ അങ്ങനെ കിട്ടി, സീരീസ് കിട്ടി. 10 പ്ലസ് 5 നമുക്ക് എത്ര കിട്ടി? 15 എന്ന് കിട്ടി. ഇനി ഇവിടെ കറണ്ട് സ്പ്ലിറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. ഇവിടുന്ന് കറണ്ട് കയറി ഇങ്ങനെ പോകുന്നു, ഇവിടുന്ന് കറണ്ട് കയറി ഇങ്ങനെ പോകുന്നു. ദേ ആർ പാരലൽ. അപ്പൊ അത് നമുക്കറിയാം, ദേ ആർ പാരലൽ ആണോ? പാരലൽ ആണെങ്കിൽ നമുക്ക് എന്ത് എഴുതാം? 30 പാരലൽ വിത്ത് 15 ആണ്. അപ്പൊ ഇത് R1 R2. ഒന്നെങ്കിൽ അങ്ങനെ ചെയ്യുക, അല്ലെങ്കിൽ നമുക്ക് ഇത് നമ്മുടെ ഷോർട്ട് കട്ട് മെത്തേഡ് ചെയ്യാം. 30നെ 30/1 എന്ന് എഴുതാം. പാരൽ വിത്ത് 15നെ 30/2 എന്ന് എഴുതാം. ഈ ഷോർട്ട് കട്ട് എഴുതിയത് മനസ്സിലാകാത്ത ആരെങ്കിലും ഇതിൽ ഇരിപ്പുണ്ടെങ്കിൽ മക്കളെ, ഇത് പ്രീവിയസ് വീഡിയോസിൽ ഇക്വലന്റ് റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞ കോൺസെപ്റ്റ്, കോമ്പിനേഷൻ ഓഫ് റെസിസ്റ്റേഴ്സ് എന്ന് പറഞ്ഞ ഒരു കോൺസെപ്റ്റ് വീഡിയോ ഇട്ടിട്ടുണ്ട്. അതിൽ ഈ ഷോർട്ട് കട്ട് പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ അതും ഒന്ന് പോയി കാണണം. അപ്പൊ ഇവിടെ ഒന്നും ചെയ്തില്ല, ന്യൂമറേറ്റർ സെയിം ആക്കി. 30നെ 30/1 എന്ന് വിളിച്ചു, 15നെ 30/2 എന്ന് വിളിച്ചുകൂടി. ഇപ്പൊ കോമൺ ന്യൂമറേറ്റർ ആയി. അപ്പൊ കോമൺ ന്യൂമറേറ്റർ 30 ആണ്. ഡിനോമിനേറ്റർ ഡിനോമിനേറ്റർ ആഡ് ചെയ്യുക. 2 1 3. അപ്പൊ നമുക്ക് എത്ര കിട്ടും? 10 എന്ന് കിട്ടും. 10 കിട്ടും. എന്താ 10 കിട്ടിയത്? ഇക്വലന്റ് റെസിസ്റ്റൻസ് R ഇക്വലന്റ് ആണ് നമുക്ക് 10 കിട്ടിയത് അല്ലെ? നമ്മളോട് ചോദിച്ചത് R ഇക്വലന്റ് ആണോ? അല്ല, കറണ്ട് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ കറണ്ട് എന്ന് പറഞ്ഞാൽ I ആണ്. I എന്ന് പറയുന്നത് V/R ആണ്. V 5 എന്നുണ്ട്, R 10 കിട്ടി. സോ ആൻസർ ഈസ് 0.5 ആംപയർ. 0.5 ആംപയർ. ഓപ്ഷൻ 1 എടുക്കാം. ഓപ്ഷൻ 1 ഈസി ആയിട്ട് സെലക്ട് ചെയ്യാം. ക്ലിയർ? ഒന്നുമില്ല, സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ്, വലിയ കാര്യമൊന്നുമില്ല. എന്നാൽ അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോകാം. ക്വസ്റ്റ്യൻ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുക. എന്താ ചോദിച്ചിരിക്കുന്നത് മക്കളെ? ഇൻ ദ സർക്യൂട്ട് ഷോൺ ഇൻ ദ ഫിഗർ ദ കറണ്ട് ഫ്ലോയിങ് ത്രൂ 2 ohm. കറണ്ട് ഫ്ലോയിങ് ത്രൂ 2 ohm. ഇത് വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജ് ആണെന്ന് നമുക്ക് മനസ്സിലായി. അടുക്ക് ഗാൽവനോമീറ്റർ ഒക്കെ തന്നിട്ടുണ്ട്. റേഷ്യോ സെയിം ആണെന്നും മനസ്സിലാക്കാം അല്ലെ? അപ്പൊ ഇവിടെ ശ്രദ്ധിച്ചു, ഇതുവഴി വരുന്ന കറണ്ട് I1 എന്ന് എടുക്കാം, ഇതുവഴി വരുന്ന കറണ്ട് I2 എന്ന് എടുക്കാം. I1 പോയ കറണ്ട് ഇതാണ്, ബ്രാഞ്ച് ഇതാണ്. I2 പോയ ബ്രാഞ്ച് ഇതാണ്. അപ്പൊ അവരുടെ റേഷ്യോ എത്ര? 10/25 ഈക്വൽ ടു 2/5 തന്നെ അല്ലേ? യെസ്, റേഷ്യോ സെയിം അല്ലേ? 10/25 വിച്ച് ഈസ് ഈക്വൽ ടു 2/5 തന്നെയാണ്. 2/5 തന്നെയാണ്. അവരുടെ റേഷ്യോ സെയിം ആണെന്ന് എനിക്ക് മനസ്സിലായി. 10/25 എന്ന് പറഞ്ഞാൽ കട്ട് ചെയ്യുമ്പോൾ 2/5 എന്ന് കിട്ടും.
അപ്പൊ റേഷ്യോ സെയിം ആണെന്ന് മനസ്സിലായി. അപ്പൊ ഇതൊരു വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജ് ആണെന്ന് കിട്ടി. വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജ് ആണെന്ന് കിട്ടിയാൽ അപ്പൊ നമുക്ക് എന്താ വേണ്ടത്? നമുക്ക് വേണ്ടത് ഇതുവഴി പോകുന്ന കറണ്ടാണ്. ഇക്വലന്റ് റെസിസ്റ്റൻസ് ഒന്നും കണ്ടുപിടിക്കണം. അപ്പൊ നിങ്ങൾ നോക്കിക്കേ, ഈ രണ്ട് റെസിസ്റ്ററുകൾ എങ്ങനെയാ? സീരീസ് ആണ് അല്ലെ? ഈ മുകളിലത്തെ ഇവനൂടെ എങ്ങനെയാ? സീരീസ് ആണ്. അപ്പൊ അപ്പർ റെസിസ്റ്റൻസ് എത്ര കിട്ടി? 12 ഓം എന്ന് കിട്ടും. മുകളിലത്തെ ബ്രാഞ്ചിലെ റെസിസ്റ്റൻസ് 12 ഓം എന്ന് കിട്ടും. ഇനി താഴെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കിക്കേ, താഴെ ഈ I2 കറണ്ട് ഫ്ലോ ചെയ്ത് ഇതുവഴി വരും. കാര്യം ബാലൻസ്ഡ് ആയതുകൊണ്ട് ഗാൽവനോമെട്രി കൂടെ കറണ്ട് ഇല്ല. അപ്പൊ ഇവരും എന്താണ്? സീരീസ് കോമ്പിനേഷൻ ആണ്. അപ്പൊ 25 5 എത്ര കിട്ടി? 30 എന്ന് കിട്ടി. അപ്പം അപ്പർ ബ്രാഞ്ച് 12 ഓം എന്നും ലോവർ ബ്രാഞ്ച് 30 എന്നും എനിക്ക് കിട്ടി. ആയിക്കോട്ടെ. അപ്പൊ ഇനി ഇവിടെ ശ്രദ്ധിച്ചിരിക്കുക, കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയാം. ഇത് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി ഞാനൊന്ന് ഫിഗർ റീഡ്രോ ചെയ്യുവാണ്, നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി. ഇവിടെ നോക്കിക്കേ, ഇപ്പൊ നമുക്ക് തന്നിരിക്കുന്ന സർക്യൂട്ടില് ഈ ബ്രാഞ്ചിൽ കൂടെ വന്ന് ഈ ബ്രാഞ്ചിൽ കൂടെ ഇതിലേക്ക് എൻ്റർ ചെയ്യുന്ന കറണ്ട് 1.4 ആംപിയർ ആണ്. ഇവിടുന്ന് വരുന്ന കറണ്ട് എത്ര? 1.4 ആംപ്സ് ആണെന്ന് എനിക്ക് മനസ്സിലായി. ഇനി ഇവിടെ ശ്രദ്ധിച്ചിരിക്കണം, മുകളിലത്തെ ബ്രാഞ്ചിലെ ടോട്ടൽ റെസിസ്റ്റൻസ് നമുക്ക് 12 എന്ന് കിട്ടി അല്ലെ? ഈ റെസിസ്റ്റൻസ് എനിക്ക് 12 എന്ന് കിട്ടി. അറ്റ് ദ സെയിം ടൈം താഴത്തെ റെസിസ്റ്റൻസ് 30 എന്ന് കിട്ടി. മക്കളെ, ഈ വരുന്ന കറണ്ടിനെ ഞാൻ I എന്ന് അങ്ങ് വിളിക്കുക, ടോട്ടൽ കറണ്ട്. ഈ I കറണ്ട് ആണല്ലോ സ്പ്ലിറ്റ് ചെയ്തിട്ട് ഈ ബ്രാഞ്ചിലോട്ട് I1 ഉം ഈ ബ്രാഞ്ചിലോട്ട് I2 ആയിട്ട് മാറിയത് അല്ലെ? ഈ I1 കറണ്ട് അല്ലേ ഇങ്ങോട്ട് പോയത്, ഈ ബ്രാഞ്ചിൽ കൂടെ പോയത് I2 ആണ്. നമ്മളോട് ചോദിച്ചത് എന്ത് കാണാനാ? the current flowing in 2 ohm resistance. 2 ohm resistance. എടാ 2 ohm കൂടെ പോകുന്നത് 10 കൂടെ കേറിയല്ലേ 2 കൂടെ പോകുന്നത്. അപ്പൊ 10 കൂടെ പോകുന്നത് I1 ആണ്, 2 കൂടെ പോകുന്നത് I1 തന്നെ അല്ലേ? അത് തന്നെയല്ലേ ഇവരുടെ ഇഫക്റ്റീവ് ആയ 12 കൂടെ പോകുന്നത്. അപ്പൊ 2 ഓമിലെന്ന് ചോദിച്ചാൽ എന്ത് കണ്ടുപിടിച്ചാൽ മതി? 12 കൂടെ പോകുന്ന കണ്ടുപിടിച്ചാൽ മതി. അപ്പൊ അതിനുള്ള സർക്യൂട്ട് ഞാൻ വരച്ചു വെച്ചു. ക്ലിയർ? ഇനി ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ഇക്വേഷൻ ആണ് കറണ്ട് ബ്രാഞ്ചിങ് എന്ന് പറയും. എന്താ? കറണ്ട് ബ്രാഞ്ചിങ്. അപ്പൊ നിങ്ങൾക്ക് ആ ഇക്വേഷൻ ഇതിന്റെ മുമ്പ് ഒരു വീഡിയോയിൽ ഞാൻ ചെയ്തിട്ടുണ്ട്. കറണ്ട് ഡിവിഷൻ റൂളും വോൾട്ടേജ് ഡിവിഷൻ റൂളിന്റെ ഇക്വേഷൻസും അതേപോലെ അതുമായിട്ട് അസോസിയേറ്റ് ചെയ്യുന്ന കുറച്ച് ക്വസ്റ്റ്യൻ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് നിങ്ങളൊന്ന് ചെക്ക് ചെയ്യണം. ഓക്കെ, അപ്പൊ ഇവിടെ ഞാൻ ഇക്വേഷൻ ഡയറക്റ്റ് പറയുവാണ്. അപ്പൊ ഇതുവഴി പോകുന്ന കറണ്ട് ആരാ? I1 ആണ്. അപ്പൊ I1 ആണ്. അപ്പൊ ഓർത്ത് വെച്ചോണം, ഇക്വേഷൻ ഇങ്ങനെയാണ്. നമ്മൾ പഠിച്ചിരിക്കുന്ന ഇക്വേഷൻ ഇങ്ങനെയാണ്: current through a branch. അപ്പൊ ആ കറണ്ട് എന്ന് പറയുന്നത് നമുക്ക് I1 ആണല്ലോ, which is equal to main current into other branchിലെ റെസിസ്റ്റർ ഡിവൈഡഡ് ബൈ സം ഓഫ് റെസിസ്റ്റേഴ്സ്. ഇങ്ങനെ ഒരു ഇക്വേഷൻ ഉണ്ട്. ഇത് ഉറപ്പായിട്ട് നിങ്ങൾ ബൈ ഹാർട്ട് ചെയ്യണം. ഇത് നമുക്ക് ബേസിക് ലോജിക്ക് വെച്ച് ഇത് കണ്ടുപിടിക്കാൻ പറ്റും. പക്ഷെ ഞാൻ ഓൾറെഡി നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, ചില ഇക്വേഷൻസ് ബൈ ഹാർട്ട് ചെയ്ത് തന്നെ വെക്കുക. ഇനി ബൈ ഹാർട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇതിനു മുമ്പ് ഞാൻ ചെയ്ത വീഡിയോ സീരീസ് എന്തായാലും നിങ്ങൾ കാണണം. ഞാൻ അതിവിടെ എക്സ്പ്ലെയിൻ ചെയ്ത് പറയുന്നില്ല, കാരണം നമുക്ക് വീഡിയോ വളരെ ലെങ്തി ആയി. ഓക്കെ, അപ്പൊ I1 കാണാൻ കറണ്ട് ത്രൂ എ ബ്രാഞ്ച്. അപ്പൊ ഇതാണ് I1. ഓക്കെ, അപ്പൊ I1 പോകുന്ന അവിടുത്തെ റെസിസ്റ്റൻസിനെ ഞാൻ R1 എന്നും ഇവിടുത്തെ റെസിസ്റ്റൻസിനെ ഞാൻ R2 എന്നും വിളിച്ചു. ഇതാണ് ടോട്ടൽ കറണ്ട് I. അപ്പൊ I1 കറണ്ട് ത്രൂ എ ബ്രാഞ്ച് വിച്ച് ഈസ് ഈക്വൽ ടു മെയിൻ കറണ്ട് I ഇൻറ്റു അതർ ബ്രാഞ്ചിലെ റെസിസ്റ്റർ R2 ഡിവൈഡഡ് ബൈ സം ഓഫ് റെസിസ്റ്റേഴ്സ്. അപ്പൊ ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചേ, I1 ഞാൻ കാണാൻ പോവാണ്. മെയിൻ കറണ്ട് 1.4 ഇൻറ്റു അതർ ബ്രാഞ്ചിലെ റെസിസ്റ്റർ 30 ഡിവൈഡഡ് ബൈ സം ഓഫ് റെസിസ്റ്റേഴ്സ്. ഇവരുടെ സം എടുത്താൽ മതി. 30 10 40 42. ഇപ്പൊ ഇങ്ങനെ നമ്പേഴ്സ് കാണുമ്പോൾ ബുദ്ധിമുട്ടുള്ളവർ വേണമെങ്കിൽ ഈ ഡെസിമൽ ഒക്കെ എടുത്ത് കളഞ്ഞ് ചെയ്യാം. അല്ലെങ്കിൽ ഡയറക്റ്റ് ഇത് കട്ട് ചെയ്യാം. പ്രത്യേകിച്ച് ഒന്നുമില്ല, വലിയ കാര്യമൊന്നുമില്ല. ഡെസിമൽ എടുത്ത് കളഞ്ഞാൽ 1.4 14 ആവും. 30നെ 30 വിളിക്കാം. അപ്പം 1.4നെ 14 ആക്കാൻ അല്ലെ അങ്ങനെയും ചെയ്യണ്ടല്ലോ. 1.4 30 അല്ലേ? ഈ 30ന്റെ ഒരു 0 കൊണ്ട് അതിനെ മൾട്ടിപ്ലൈ. അപ്പൊ അത് 14 ഇൻറ്റു 3 ഡിവൈഡഡ് ബൈ 42 എന്ന് എഴുതാമല്ലോ അല്ലെ? 42 എന്ന് എഴുതിക്കൂടെ? ഇവനെയും കൂടെ കട്ട് ചെയ്യാം. എത്ര തവണയാണ്? 3 തവണയാണ്. അപ്പൊ ആൻസർ എത്ര കിട്ടും? 1 ആംപിയർ. 1 ആംപിയർ എന്നൊരു ഓപ്ഷൻ ഉണ്ടാവും. യെസ്, 1 ആംപിയർ എന്നൊരു ഓപ്ഷൻ ഉണ്ടാവും.
അപ്പൊ ഇതൊക്കെ നമുക്ക് പെട്ടെന്ന് കാൽക്കുലേഷൻ ഒക്കെ ചെയ്യാവുന്ന വാല്യൂസ് അവർ നോർമലി ചോദിക്കാറുള്ളൂ. അത്ര ഡിഫിക്കൽട്ട് നമ്പേഴ്സ് ഒന്നും ചോദിക്കാറില്ല. ഈ 1.4 42 ഒക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് ക്ലിക്ക് ആവും അത് കട്ട് ചെയ്യാൻ പറ്റും എന്നുള്ളത്. വളരെ ഈസി ആയിട്ട് അത് എടുക്കാൻ പറ്റും. ഇത് ക്ലിയർ ആണല്ലോ, സെറ്റ് അല്ലേ? യെസ്. അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോവാം. നല്ല രസമുണ്ട് കാണാൻ, അത്യാവശ്യം വലിപ്പമുള്ള ഒരു സർക്യൂട്ട്. എങ്കിലും നമുക്ക് ആ ക്വസ്റ്റ്യനിലേക്ക് ഒന്ന് പോകാം. എല്ലാവരും ഇവിടെ ശ്രദ്ധിച്ചിരിക്കുക. എന്താ ചോദിച്ചിരിക്കുന്നത്? ഇൻ ദ ഫിഗർ ഗിവൺ ദ വാല്യൂ ഓഫ് എക്സ് റെസിസ്റ്റൻസ് വിൽ ബി when the potential difference between B and D 0. മക്കളെ ഇതാണ് B, ഇതാണ് D. ഈ ബിക്കും ഡിക്കും ഇടയ്ക്കുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് 0. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താ? പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ ബി ആൻഡ് ഡി 0 ആവണമെങ്കിൽ പൊട്ടൻഷ്യൽ അറ്റ് ബി ഈക്വൽ ടു പൊട്ടൻഷ്യൽ അറ്റ് ഡി ആയിരിക്കണം, അല്ലെ? പൊട്ടൻഷ്യൽ അറ്റ് ബിയും പൊട്ടൻഷ്യൽ അറ്റ് ഡിയും ഈക്വൽ ആണെങ്കിൽ മാത്രമേ അവരുടെ ഇടയിലുള്ള ഇൻ ബിറ്റ്വീൻ ഉള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് 0 ആവത്തുള്ളൂ. അപ്പൊ എനിക്ക് മനസ്സിലായി ഈ പോയിന്റിലെയും ഈ പോയിന്റിലെയും പൊട്ടൻഷ്യൽ ഡിഫറൻസ് സെയിം ആണ്, അല്ലെങ്കിൽ അവർക്ക് അക്രോസ് ഉള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് 0 ആണ്. അപ്പം ബിയിൽ നിന്ന് ഡിയിലോട്ടുള്ള കറണ്ട് ഫ്ലോ ഇല്ല. അപ്പൊ അത് ബാലൻസ്ഡ് വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജിന്റെ കണ്ടീഷൻ ആയിരുന്നു. എങ്കിലും നമുക്കൊന്ന് ചെക്ക് ചെയ്യണം. ഇവിടെ ശ്രദ്ധിച്ചിരുന്നോ? നിങ്ങൾ ഇവിടെ നോക്കിക്കുക മക്കളെ, ഈ കാണുന്ന സർക്യൂട്ട് നമുക്ക് ആദ്യം ഒന്ന് സോൾവ് ചെയ്യാം. ഈ വലിയ ഫിഗർ കുറെ റെസിസ്റ്ററുകളാണ്, അപ്പൊ അത് നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കും. അതുകൊണ്ട് അതൊന്ന് സോർട്ട് ഔട്ട് ചെയ്ത് കുറച്ചുകൂടി ഈസി വേയിലേക്ക് എത്തിക്കാം. ഈ ആറും എങ്ങനെയാണ്? പാരലൽ ആണ്. ഐഡന്റിക്കൽ റെസിസ്റ്റൻസ് പാരലൽ ആണെങ്കിൽ ആർ ഇക്വലന്റ് റെസിസ്റ്റൻസ് അല്ലെ, സോറി, എൻ ഇക്വലന്റ് റെസിസ്റ്റൻസ് പാരലൽ ആണെങ്കിൽ ആർ ബൈ എൻ എന്ന് പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ ഇവിടെ രണ്ടെണ്ണം പാരലൽ ആണ്. അപ്പൊ ആറും പാരലൽ ആണെങ്കിൽ നമുക്ക് 3 എന്ന് കിട്ടും. ഡൗട്ട് ഉള്ളവർ R1 R2 by R1 plus R2 വെച്ച് ചെയ്ത് നോക്കുക. 6 into 6 divided by 6 plus 6 വെച്ച് ചെയ്ത് നോക്കുക. അപ്പൊ 6 and 6 പാരലൽ ആണ്, 3 കിട്ടും. അതേപോലെ ഈ 25 പാരലൽ ആണ്. അപ്പൊ നമുക്ക് അത് എത്ര കിട്ടും? 12.5 എന്ന് കിട്ടും. അറ്റ് ദ സെയിം ടൈം 12 പാരലൽ ആണ്, അഗെയിൻ അത് 6 എന്ന് കിട്ടും. ഇതിൽ ആർക്കും ബുദ്ധിമുട്ടില്ല. ഇനി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയാണ്. ഇവിടെ ശ്രദ്ധിച്ചിരിക്കണം. ഇവിടുന്ന് ഒരു ഐ കറണ്ട് ഫ്ലോ ചെയ്ത് ഈ ജംഗ്ഷനിലെത്തി. ഒരു ഐ കറണ്ട് ഫ്ലോ ചെയ്ത് ഈ ജംഗ്ഷനിലെത്തി. ഈ ജംഗ്ഷനിലെത്തിയതിനു ശേഷം അല്ലേ സ്പ്ലിറ്റ് ചെയ്യുന്നത്. അപ്പൊ സ്പ്ലിറ്റ് ചെയ്യുന്ന ഒരു കറണ്ട് ഈ ബ്രാഞ്ചിലോട്ട് പോകും. ഞാൻ I1 എന്നും ഒരു കറണ്ട് ഈ ബ്രാഞ്ചിലേക്ക് വരുന്നു, I2 എന്നും വിളിക്കാം. അപ്പൊ ഒന്ന് ആലോചിച്ച മക്കളെ, ഈ റെസിസ്റ്ററിൽ കൂടെ വരുന്ന കറണ്ട് തന്നെയല്ലേ ഇവരുടെ ഇക്വലന്റ് ആയ 3ലോട്ടും വരുന്നത്. അതെ, അപ്പൊ ഇവനും അങ്ങനെ സീരീസ് ആണ്. അപ്പൊ ഈ 3ഉം ഈ 2ഉം കൂടെ സീരീസ് ആണ്. അപ്പൊ ഇവരുടെ ഇഫക്റ്റീവ് നമുക്ക് 3ഉം 2ഉം കൂടെ ആഡ് ചെയ്താൽ 5 എന്ന് കിട്ടും. 5 എന്ന് കിട്ടി. ഇനി അറ്റ് ദ സെയിം ടൈം ഇത് 3.5 ആണ്, ഇത് 6.5 ആണ്. അപ്പൊ ഇവനൂടെ സീരീസ് ആണ്. അപ്പൊ ഇതുകൂടെ സീരീസ് ആണ്. അപ്പൊ 6.5 3.5 10 ഓം എന്ന് കിട്ടും. ഇത് 5 ഓം എന്നും കിട്ടി. ക്ലിയർ? ഇനി ഇവിടെ നിങ്ങൾ നോക്കിക്കേ, ഈ I1 കറണ്ട് ഇതുവഴി ഫ്ലോ ചെയ്തിട്ട് ഇങ്ങോട്ട് കറണ്ട് ഫ്ലോ ഇല്ലാത്തത് കൊണ്ട് ഇതുവഴിയല്ലേ കയറി പോന്നെ. അപ്പൊ ഇതുവഴി വരുമ്പോൾ ഈ 12.5ഉം എക്സ് കൂടെ സീരീസ് ആണെന്ന് മനസ്സിലായി. 12.5ഉം എക്സ് കൂടെ സീരീസ് ആണെന്ന് എനിക്ക് മനസ്സിലായി. അതേപോലെ തന്നെ ഈ I2 കറണ്ട് ഈ ജംഗ്ഷനിൽ എത്തിയതിനു ശേഷം ഇങ്ങോട്ടല്ലേ ഫ്ലോ ചെയ്യേണ്ടത്. അപ്പൊ ഈ 4 കൂടെയും പിന്നെ ഈ 6 കൂടെയും കയറുന്നത് സെയിം കറണ്ട് ആണ്. സോ ഇവനും സീരീസ് ആണ്. അപ്പൊ ഇവരുടെ ഇക്വലൻസ് എനിക്ക് 6ഉം 4ഉം എത്ര കിട്ടി? 10 ഓം എന്ന് കിട്ടി. 6ഉം 4ഉം 10 ഓം എന്ന് കിട്ടി. ക്ലിയർ? വളരെ ഈസി ആയിട്ട് ചെയ്യാവുന്ന ക്വസ്റ്റ്യൻ ആണ്. ഇത് കൺഫ്യൂസ്ഡ് ആവരുത്, നമുക്ക് ചെയ്തു നോക്കാം. ഇവിടെ ശ്രദ്ധിച്ച്. ഇനി നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി ഞാൻ ഈ ഡയഗ്രം ഒന്നുകൂടെ ഒന്ന് റീഡ്രോ ചെയ്യുവാണ്. യെസ്, ഇവിടെ ശ്രദ്ധിച്ചു. ഇവിടെ നോക്കിയാൽ മക്കളെ, ഇതാണല്ലോ ജംഗ്ഷനെ. ഇതാണ് ജംഗ്ഷൻ. ഇതാണല്ലോ ജംഗ്ഷനെ. അതെ, ജംഗ്ഷനെ ഇതാണ്. ഇതാരാ? ജംഗ്ഷൻ സി. ഓപ്പോസിറ്റ് ഉള്ള ജംഗ്ഷൻ സി ആണ്. ഈ ടോട്ടൽ വാല്യൂ എത്ര കിട്ടി? 10 എന്ന് കിട്ടി. ഈ ടോട്ടൽ വാല്യൂ നമുക്ക് 10 എന്ന് കിട്ടി. ഇത് എത്രയൊക്കെയാണ്? അവിടെ 2 റെസിസ്റ്ററുകളുണ്ട്. ഈ റെസിസ്റ്റൻസ് എത്ര മക്കളെ? ഞാൻ എക്സുമായിട്ട് ആഡ് ചെയ്തിട്ടില്ല. ഇത് 12.5 ആണ്. അതേപോലെ ഇവിടെ ഒരു റെസിസ്റ്റൻസ് എക്സ് ഉണ്ട്. ഞാനത് ആഡ് ചെയ്തിട്ടില്ല. ഈ ബ്രാഞ്ചിലെ ടോട്ടൽ റെസിസ്റ്റൻസ് നമുക്ക് എത്ര കിട്ടി? 5 എന്ന് കിട്ടി. ടോട്ടൽ റെസിസ്റ്റൻസ് 5 എന്ന് കിട്ടി. ഈ ബ്രാഞ്ചിലെ ടോട്ടൽ റെസിസ്റ്റൻസ് നമുക്ക് 10 എന്നും കിട്ടി. അതിലാർക്കും ഡൗട്ട് ഇല്ലല്ലോ. ഇനി ഗാൽവനോമീറ്റർ ഇരിക്കുന്നത് ബിറ്റ്വീൻ ബി ആൻഡ് താഴെ ഡി ആണ് അല്ലെ, അവിടെയാണ് ഗാൽവനോമീറ്റർ ഇരുന്നത്. ഇനി നിങ്ങൾ ഇവിടെ ശ്രദ്ധിച്ചിരുന്നേ, ഇവിടെ ആയിരുന്നു ഗാൽവനോമീറ്റർ ഇരിക്കേണ്ടത്. അവർക്കിടയിലുള്ള കണക്ഷൻ ഒന്നും ഇല്ലായിരുന്നു. അത് പോട്ടെ. ഇനി നമ്മൾ പഠിച്ചിട്ടുണ്ട് എന്താ നമ്മൾ പറഞ്ഞേക്കുന്നത്? ഈ ബ്രാഞ്ചിൽ കൂടെ പോകുന്ന കറണ്ട് I1 അല്ലേ. ഈ കറണ്ട് I1 ആയിരുന്നു, ഈ കറണ്ട് I2 ആയിരുന്നു. നിങ്ങൾക്ക് ഈ ഫിഗർ പ്രോപ്പർ ആയിട്ട് കിട്ടാൻ വേണ്ടി ഞാൻ ഇതെടുത്ത് വെച്ച് റീഡ്രോ ചെയ്യുന്നത്. അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ഈ I1 കറണ്ട്, ഇത് I2 കറണ്ട്. അപ്പൊ ഇവരുടെ റേഷ്യോ സെയിം ആവണ്ടേ? ഇവരുടെ റേഷ്യോ സെയിം ആവണ്ടേ? ആണോ? അപ്പൊ എനിക്ക് പറഞ്ഞുകൂടെ 10/5
10/5 which is equal to എത്ര വരണം? ഇവരുടെ സമ്മ് ബൈ ഇവരുടെ സമ്മ് ഈക്വൽ ആവണം. അപ്പൊ 12.5 പ്ലസ് എക്സ് ഡിവൈഡഡ് ബൈ 10 ആവണം അല്ലെ? ഇതേ ബൈ ഇതേ ഈക്വൽ ടു ഇതേ ബൈ ഇത്. ഒന്നെങ്കിൽ അങ്ങനെ എഴുതാം, അല്ലെ ഇതേ ബൈ ഇതേ ഈക്വൽ ടു ഇതേ ബൈ ഇത്, എങ്ങനെ വേണേലും എഴുതാം. അത് കുറെ നമ്മൾ പറഞ്ഞതാണ് മക്കളെ. 10/5 ഇവൻ ഈക്വൽ ആവണമെങ്കിൽ ഇവരുടെ റേഷ്യോ എത്രയാണ്? ഇവരുടെ റേഷ്യോ എത്ര? 2/1 ആണ്. ഇവരുടെ റേഷ്യോ എത്ര? 2/1 ആണ്. 2:1 ആണ്. അപ്പൊ ഇതും എത്ര തന്നെ വരണം? 2:1 വരണം. അപ്പൊ ഇതേ ബൈ ഇത് 2:1 വരണമെങ്കിൽ ഇത് എത്ര ആവണം? ഇത് 2:1 എന്ന റേഷ്യോ വരണമെങ്കിൽ ഈ ടോട്ടൽ വാല്യൂ 12.5 പ്ലസ് എക്സ് 20 ആയാ പോരെ? അതെ, 10/5 എന്ന് പറഞ്ഞാൽ 2/1 ആണ്. 20/10 എന്ന് പറയുന്നതാണ് 2/1. അപ്പൊ 20/10 വരണമെങ്കിൽ ഇവരുടെ സമ 20 ആവണം. അപ്പൊ ഇവരുടെ സമ 20 ആവണമെങ്കിൽ എക്സ് എത്രടാ? എക്സ് എന്ന് പറയുന്നത് 7.5 ഓം ആയിരിക്കും. ക്ലിയർ? 7.5 ഓം ആയിരിക്കും. ഓപ്ഷൻ 2 എടുക്കാം. ക്ലിയർ ആണല്ലോ? ഇത്രയും കാര്യം നിങ്ങൾക്ക് കോൺസെപ്റ്റ് ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ഞാൻ ഏത് വീഡിയോ സീരീസ് ചെയ്യുമ്പോഴും ഇങ്ങനെ പ്ലാൻ ചെയ്യും. ഒരു ഹാഫ് ആൻ അവറിനകത്ത്, ഒരു അരമണിക്കൂറിനകത്ത് ചുരുക്കി ചെയ്യണമെന്ന് എപ്പോഴും പ്ലാൻ ചെയ്യും. പക്ഷെ എക്സ്പ്ലനേഷൻ കൂടി പോവാറുണ്ട്. മനസ്സിലാകാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കും ഇത് മനസ്സിലാകണം. യൂട്യൂബിൽ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യാന്ന് പറഞ്ഞാൽ അതൊരു പർട്ടിക്കുലർ സ്റ്റുഡന്റിനെ ഫോക്കസ് ചെയ്തൊന്നും നമുക്ക് അത് ഒരാൾ പഠിക്കുന്ന സ്റ്റുഡന്റ്, ഒരാൾ പഠിക്കാത്ത സ്റ്റുഡന്റ്, ഇങ്ങനെയൊന്നും വിചാരിച്ച് നമുക്ക് വീഡിയോ ചെയ്യാൻ പറ്റില്ല. നമുക്ക് ആസ് എ ടീച്ചർ നമ്മളുടെ കൺവിൻസിങ് ക്ലാസ് എടുക്കാൻ പറ്റും. അപ്പൊ എന്റേതായിട്ടുള്ള ഒരു മെത്തേഡിലാണ് ഞാൻ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് ഉറപ്പായി അതിൽ സജഷൻസ് പറയാം, അതിനനുസരിച്ച് ഞാൻ മാറ്റങ്ങൾ വരുത്താം. അല്ലെങ്കിൽ അതിനനുസരിച്ച് വേറൊരു സീരീസ് തന്നെ നമ്മൾ ചെയ്യാം. ഇപ്പൊ ചിലപ്പോൾ ഈ വീഡിയോസ് കാണുമ്പോൾ ആവശ്യപ്പെടുന്നത് സാർ തിയറി ഇത്രയും വേണ്ട, ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ഒന്ന് കൂട്ടാമോ എന്നതായിരിക്കും. അപ്പൊ അങ്ങനെയുള്ള സ്റ്റുഡൻസിനെ ബേസ് ചെയ്ത് അവരെ ഫോക്കസ് ചെയ്തുകൊണ്ടും ഇത് കണ്ടിട്ടിരിക്കുന്ന കുട്ടീനെ ഫോക്കസ് ചെയ്തുകൊണ്ട് നമുക്ക് ക്വസ്റ്റ്യൻ സീരീസ് മാത്രം വേണം പ്ലാൻ ചെയ്യാം. അങ്ങനെ എന്തും പ്ലാൻ ചെയ്യാൻ പറ്റും. ഇപ്പൊ ഈ കോൺസെപ്റ്റ് ഒക്കെ പറഞ്ഞത് പ്രോപ്പറായിട്ട് നിങ്ങൾക്ക് കിട്ടി എന്ന വിശ്വാസത്തോടെ ഞാൻ ഈ സെഷൻ വൈൻഡപ്പ് ചെയ്യുന്നു. ആസ് യൂഷ്വൽ ഞാൻ വീണ്ടും പറയുന്നു, എന്ത് കാര്യങ്ങൾ നിങ്ങൾക്ക് താഴെ കമന്റ് ആയിട്ട് രേഖപ്പെടുത്താം. എന്തും പറയാം, അതിനകത്തൊന്നും ഒരു പ്രശ്നമില്ല. ഇതിലിടുന്ന കമന്റുകളൊന്നും ഞാൻ ഡിലീറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. നമുക്കതൊക്കെ നോക്കി ഫീഡ്ബാക്ക് ആയിട്ട് കണ്ടുകൊണ്ട് തന്നെ കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്യാം. അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് ഇനിയും കണ്ടുമുട്ടാം. താങ്ക് യു സോ മച്ച്.